ഹായ് ഓൾ, എല്ലാവർക്കും സീക്രട്ട് പി എസ് സിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. ഭരണഘടനയുമായി ബന്ധപ്പെട്ട് വരുന്ന NCERT ചാപ്റ്റേഴ്സ് എല്ലാ പോയിൻറ്റ്സും പ്രധാനപ്പെട്ട എല്ലാ പോയിൻറ്റ്സും ഉൾപ്പെടുത്തിയിട്ട് നമുക്കൊരു ക്ലാസ്സിലൂടെ കംപ്ലീറ്റ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഇതിന് പ്രധാനമായിട്ടും ഓരോ ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ക്ലാസ്സുകൾ പിന്നീട് എടുത്തു തരാം. പ്രധാനമായും പഠിച്ചു വെച്ചിരിക്കേണ്ട ക്വസ്റ്റ്യൻസും ആൻസേഴ്സാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് +1 പൊളിറ്റിക്സ് ആണ് വരുന്നത്. ആ ഒരു ഭാഗത്ത് വരുന്ന ചോദ്യങ്ങളാണ് നമ്മൾ എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും പഠിച്ചു വെച്ചിരിക്കേണ്ട പോയിൻറ്റ്സ് മാത്രമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ബാക്കി ചാപ്റ്റേഴ്സൊന്നും കാണാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് എന്തായാലും കാണാനായിട്ട് ശ്രമിക്കാം. ഇപ്പോൾ NCERT ഒക്കെ പഠിക്കാൻ എല്ലാവർക്കും മടിയായിരിക്കും. കുറച്ചധികം വലിച്ചു വാരിയിട്ട് കൊടുത്ത കാരണം തന്നെ വായിക്കാനൊരു ബുദ്ധിമുട്ടുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ അതിനാൽ തന്നെ ഞാൻ കുറച്ച് പോയിൻ്റ് വൈസ് ആയിട്ടാണ് ഞാൻ ക്ലാസ് തരാനായിട്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതെന്തായാലും അതായത് പഠിക്കാനായിട്ട് കുറച്ച് NCERT പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള പിള്ളേരാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്ലാസ് എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക, എന്തായാലും പഠിക്കുക കേട്ടോ. അതുപോലെ തന്നെ ഇത് പഠിച്ചതിന് ശേഷം NCERT ചാപ്റ്റേഴ്സ് ഞാൻ എടുത്തു തരാം. ഓരോ ചാപ്റ്റർ വൈസ് ആയിട്ട് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്തു തരാം. അപ്പോൾ NCERT ചാപ്റ്റേഴ്സ് ഞാൻ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പിന്നീട് എടുത്തു തരാം. അപ്പോൾ അത് പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ള കുട്ടികൾ ഈ ഒരു ക്ലാസ് എന്തായാലും സ്കിപ്പ് ചെയ്യാണ്ടിരിക്കുക, അതെന്തായാലും പഠിക്കുക. അതിനുശേഷം ഓരോ ചാപ്റ്റേഴ്സ് ഞാൻ എടുത്തു തരുമ്പോൾ അത് കണ്ടാൽ മതി കേട്ടോ. അപ്പോൾ നമുക്ക് എല്ലാം നമ്മുടെ കയ്യിലാവും. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ എന്തായാലും കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ചാപ്റ്റർ അല്ല, ഈ കോൺസ്റ്റിറ്റ്യൂഷൻ ഈ ഒരു ക്ലാസ് മാക്സിമം ഫുള്ള് കാണാനായിട്ട് ശ്രമിക്കാം. പ്രധാനമായിട്ടും പഠിച്ചിരിക്കേണ്ട പോയിൻറ്റ്സ് മാത്രമാണ് ഈ ഒരു ക്ലാസ്സിൽ പറയുന്നുള്ളൂ. തീരെ സ്കിപ്പ് ചെയ്യാണ്ടിരിക്കാനാണിത്. ഒരു ക്വസ്റ്റ്യൻ പോലും ഇതിൽ സ്കിപ്പ് ചെയ്യാനായിട്ട് പാടില്ല. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഹൈപ്പ് ചെയ്യുക കേട്ടോ. പിന്നെ നമുക്കിതുപോലെ ഓരോ എനിക്ക് തോന്നുന്നു ഈ ജോഗ്രഫിയിലെ +1 ജോഗ്രഫി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ഇതുപോലെ തന്നെ ഒരു ക്ലാസ്സിലൂടെ മാത്രമായിട്ട് നമുക്ക് പോയിൻറ്റ്സ് പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ എന്തായാലും കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും പ്രധാനപ്പെട്ട പോയിൻറ്റ്സ് മാത്രം എടുത്തിട്ട് ഒരു ക്ലാസ്സിലൂടെ നമുക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കാം കേട്ടോ. അതിനുശേഷം ഞാൻ ഇതുപോലെ ഡീറ്റെയിൽ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് എടുത്ത് തരാം. അപ്പോൾ ക്ലാസ്സിലേക്ക് എടുക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ് ഭരണഘടന അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷൻ വെച്ചാൽ എന്താണ്, അതിൻ്റെ കർത്തവ്യങ്ങൾ എന്താണ് ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെയാണ് ഭരണഘടന എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന നിയമങ്ങളെയാണ് ഭരണഘടന എന്ന് പറയുന്നത്, കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്നത്. കർത്തവ്യങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ പറയാം? സഹകരണവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുന്നുണ്ട്, തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആരാണെന്ന് വ്യക്തമാക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നു, ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു, ഭരണഘടന ജനങ്ങളുടെ ആഗ്രഹങ്ങളും പ്രതിഫലിപ്പിക്കുന്നു. അപ്പോൾ പ്രധാനപ്പെട്ട കർത്തവ്യങ്ങൾ എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ പറയും? സഹകരണവും കൂട്ടായ്മയും വർദ്ധിപ്പിക്കുന്നുണ്ട്, തീരുമാനങ്ങൾ എടുക്കേണ്ടത് ആരാണെന്ന് വ്യക്തമാക്കുന്നു, ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങൾക്ക് പരിധി നിശ്ചയിക്കുന്നു, ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു, ഭരണഘടന ജനങ്ങളുടെ ആഗ്രഹങ്ങളും പ്രതിഫലിക്കുന്നു. നെക്സ്റ്റ്, ഭരണഘടനയുടെ ആധികാരികത എന്നാൽ എന്ത്? ഇന്ത്യൻ ഭരണഘടനയുടെ ആധികാരികത നിർണ്ണയിക്കുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? ഇതും ഫസ്റ്റ് ചാപ്റ്ററിൽ വരുന്നതാണ്. പ്രഖ്യാപന രീതി, നടപടിക്രമങ്ങൾ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം, സ്ഥാനപരമായ ക്രമീകരണങ്ങൾ എന്നിവയ്ക്ക് ഭരണഘടനയുടെ ആധികാരികത അല്ലെ. അതായത് ആധികാരികത നിർണ്ണയിക്കുന്ന ഘടകങ്ങളാണ് പ്രഖ്യാപന രീതി, നടപടിക്രമങ്ങൾ, ദേശീയ പ്രസ്ഥാനത്തിൻ്റെ പൈതൃകം, സ്ഥാനപരമായ ക്രമീകരണങ്ങൾ. അപ്പോൾ ഈ രണ്ട് ചോദ്യങ്ങളും ഫസ്റ്റ് ചാപ്റ്ററിൽ നിന്ന് എടുത്തിട്ടുള്ളതാണ്. അതിലങ്ങനെ അധികം നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷനെ കുറിച്ച് പഠിക്കാനായിട്ട് വരുന്നില്ല. എന്നാൽ രണ്ടാമത്തെ ചാപ്റ്ററിൽ അവകാശങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്താണ് മൗലിക അവകാശങ്ങൾ? നമുക്കറിയാം, നമ്മുടെ ഏതൊരു സിലബസ് എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഫസ്റ്റ് എടുത്ത് പറയുന്ന ഒരു ഭാഗമാണ് മൗലിക അവകാശങ്ങളും കർത്തവ്യങ്ങളും അല്ലേ. അപ്പോൾ എന്താണ് മൗലിക അവകാശങ്ങൾ? എനിക്ക് തോന്നുന്നു ഞാൻ +1 10th പ്രിലിംസിൻ്റെ സ്റ്റേജ് 1 ഉം 2 എക്സാം നടന്നിട്ടുണ്ടായിരുന്നല്ലോ. ആ ഒരു എക്സാമിൻ്റെ റിലേറ്റഡ് ഫാക്ട്സ് ഞാൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ SCERT NCERT നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു, മൗലിക അവകാശങ്ങളും കർത്തവ്യങ്ങളും. അപ്പോൾ ഈ രണ്ടാമത്തെ ചാപ്റ്റർ നമ്മൾ അതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡീറ്റെയിൽ ആയിട്ട്. അതുപോലെ തന്നെ SCERT പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ മൗലിക അവകാശങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ഒരു രാജ്യത്തെ ഭരണഘടന അനുവദിച്ച് നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഒരു രാജ്യത്തെ ഭരണഘടന അനുവദിച്ച് നൽകുകയും സംരക്ഷിക്കുകയും ചെയ്യുന്ന അവകാശങ്ങളെയാണ് മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ 6 മൗലിക അവകാശങ്ങളാണുള്ളത്. എത്ര മൗലിക അവകാശങ്ങളുണ്ട്? 6 മൗലിക അവകാശങ്ങളുണ്ട് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. എത്ര മൗലിക അവകാശങ്ങളുണ്ട്? 6 മൗലിക അവകാശങ്ങളുണ്ട്. എത്ര മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളുണ്ട്.
അവകാശങ്ങളുണ്ട്, പഠിച്ചു വയ്ക്കാം. ഓക്കെ, ഇനി ഭരണഘടനയുടെ 3-ാം ഭാഗത്താണ് മൗലിക അവകാശങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഭരണഘടനയുടെ പാർട്ട് എത്രയാണ്? പാർട്ട് വരുന്നത് 3 ആണ്. അതുപോലെ തന്നെ ആർട്ടിക്കിൾ ചോദിക്കുകയാണെങ്കിൽ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. അതുപോലെ തന്നെ ഇത് അമേരിക്കൻ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തിട്ടുള്ള ആശയമാണ്. ചോദിക്കുന്ന ക്വസ്റ്റ്യൻ തന്നെയാണോ? ഇതൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്, ഞാൻ എടുത്തെടുത്ത് പറയുന്നില്ല. അപ്പം അമേരിക്കൻ ഭരണഘടനയിൽ നിന്നാണ് മൗലിക അവകാശങ്ങൾ കടമെടുത്തിരിക്കുന്നതെന്ന് പഠിച്ചു വെച്ചിരിക്കുക. ഇനി നമ്മൾ പറഞ്ഞു 6 മൗലിക അവകാശങ്ങളുണ്ടെന്നല്ലേ. ഏതൊക്കെയാണ് 6 മൗലിക അവകാശങ്ങൾ? സമത്വത്തിനുള്ള അവകാശം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, പിന്നെ ചൂഷണത്തിനെതിരെയുള്ള അവകാശം, മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശം അല്ലെങ്കിൽ ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശം. ഇതിൽ നമുക്ക് ആദ്യം വരുന്നത് എന്താണ്? സമത്വത്തിനുള്ള അവകാശമാണ്. സമത്വത്തിനുള്ള അവകാശം എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്, അല്ലേ? ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ് സമത്വത്തിനെ കുറിച്ച് പറയുന്നത്, അല്ലേ? സമത്വത്തിനെ കുറിച്ചുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത്. ആർട്ടിക്കിൾ 14 എന്താ പറയുന്നത്? നിയമത്തിന് മുമ്പിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നത് ആർട്ടിക്കിൾ 14 അല്ലേ? ആർട്ടിക്കിൾ 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നു ജാതി മതഭേദമന്യേ എല്ലാവർക്കും, അതായത് ജാതിയുടെ പേരിലൊന്നും വിവേചനം കാണിക്കാൻ പാടില്ല എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 15 വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 15 ഇനി ഗവൺമെൻറ് നിയമനങ്ങളിൽ തുല്യ അവസരത്തെക്കുറിച്ച് പറയുന്നത് ഇതിലാണ്, ആർട്ടിക്കിൾ 16 ഇനി അയിത്ത നിർമ്മാർജ്ജനത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 17 ബഹുമതികൾ നിർത്തലാക്കുക അല്ലെങ്കിൽ സ്ഥാനപ്പേരുകൾ നിർത്തലാക്കുക, തലക്കെട്ടുകളൊക്കെ ഉണ്ടല്ലോ അതൊക്കെ നിർത്തലാക്കുക എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 18 അല്ലേ? അപ്പോൾ സമത്വത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 14 മുതൽ 18 വരെയാണ്. 14 നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന് പറയുന്നു. 15 വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം, 16 അവസര സമത്വം, 17 അയിത്ത നിർമ്മാർജ്ജനം, 18 ബഹുമതികൾ നിർത്തലാക്കൽ. നെക്സ്റ്റ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 19 മുതൽ 22 വരെയാണ്. അപ്പോൾ ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ പറയുമ്പോൾ ഇതിൽ അഭിപ്രായം പറയാനും പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം വരുന്നുണ്ട്. അതെന്ന് പറയുന്നത് ഇതാണ്, ആർട്ടിക്കിൾ 19 വരുന്നതാണ്. അപ്പോൾ ഈ പറയുന്നതൊക്കെ ആർട്ടിക്കിൾ 19 വരുന്നതാണ് കേട്ടോ. ഏതൊക്കെയാണ്? അഭിപ്രായം പറയുന്നതിനും അതുപോലെ തന്നെ പ്രകടിപ്പിക്കുന്നതിനുമുള്ള അവകാശം, സമാധാനപരമായി സമ്മേളിക്കാനുള്ള അവകാശം, സംഘടനകൾ രൂപീകരിക്കാനുള്ള അവകാശം, തൊഴിൽ സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം, പാർപ്പിട സ്വാതന്ത്ര്യം. അതായത് അഭിപ്രായം പറയാൻ പ്രകടിപ്പിക്കുവാനുള്ള സ്വാതന്ത്ര്യം 19A പറയുന്നു. സമാധാനപരമായി സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യം 19B പറയുന്നു. സംഘടനകൾ രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യം അതാണ് 19C പറയുന്നു, അല്ലേ? തൊഴിൽ സ്വാതന്ത്ര്യം 19D പറയുന്നു. ഇനി സഞ്ചാര സ്വാതന്ത്ര്യം എന്തിനാ പറയുന്നത്? പാർപ്പിട സ്വാതന്ത്ര്യം E പറയുന്നു. ബിയിൽ പറഞ്ഞു സമാധാനപരമായി സമ്മേളിക്കുവാനുള്ള സ്വാതന്ത്ര്യം. സി ആണെങ്കിൽ സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യം. സഞ്ചാര സ്വാതന്ത്ര്യമാണ് 19D കേട്ടോ. ഡി എന്ന് പറയുന്നത് സഞ്ചാര സ്വാതന്ത്ര്യമാണ്. പിന്നെ താമസിക്കാനുള്ള സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് ഏതാണ്? 19E ആണ്. തൊഴിൽ സ്വാതന്ത്ര്യം വരുന്നത് G ആണ് കേട്ടോ. G ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയി. G എന്ന് വെച്ചാൽ എന്താണ്? തൊഴിൽ ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ സഞ്ചാര സ്വാതന്ത്ര്യം 19D ആണ്. ഡ്രൈവ് എന്ന് ആലോചിക്കുക, D ഫോർ ഡ്രൈവ് എന്ന് ആലോചിക്കുക. അതുപോലെ തന്നെ 19E എന്ന് വെച്ചാൽ എന്താണ്? താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. ക്ലിയർ ആണല്ലോ അല്ലേ? ജീവിക്കുവാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ എത്രയിലാണ്? ആർട്ടിക്കിൾ 21 കേട്ടോ. ആർട്ടിക്കിൾ 21. അപ്പോൾ ആർട്ടിക്കിൾ 21A എന്താണ്? എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണല്ലേ. 21A എന്താ പറയുന്നത്? 2002 86 ഭേദഗതിയിലൂടെ എന്താണ് നമുക്ക് കുട്ടികളുടെ വിദ്യാഭ്യാസം, അല്ലെ? കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച്, കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കേണ്ടതിനെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 21A ഓക്കെ. നെക്സ്റ്റ് നിയമവിരുദ്ധമായ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം. ഇനി നിയമവിരുദ്ധമായ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം പറയുന്നത് ആർട്ടിക്കിൾ 20 ആർട്ടിക്കിൾ 20 നിയമവിരുദ്ധമായ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണത്തെക്കുറിച്ച് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ നമ്മൾ പറഞ്ഞത്? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 പറഞ്ഞു. 20 ആണെങ്കിൽ നിയമവിരുദ്ധമായ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം. 21 ആണെന്നുണ്ടെങ്കിലോ ജീവിക്കാനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. 21 ആണെന്നുണ്ടെങ്കിലോ 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ച് പറയുന്നു.
നെക്സ്റ്റ് ആർട്ടിക്കിൾ 23 മുതൽ 24 വരെ ചൂഷണത്തിനെതിരായുള്ള അവകാശത്തെക്കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 23 മുതൽ 23 24 ചൂഷണത്തിനെതിരായുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. മനുഷ്യ കച്ചവടം, നിർബന്ധിത ജോലിയൊക്കെ തടയുന്നത് ആർട്ടിക്കിൾ 23 പ്രകാരമാണ്. ആർട്ടിക്കിൾ 24 പ്രകാരമാണ് ബാലവേലയെ നിരോധിക്കുന്നത്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. ഓരോ വ്യക്തിക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കുന്നതിനും പിന്തുടരുന്നതിനും പ്രചരിപ്പിക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ചാണ് ഇതിൽ പറയുന്നത്. എന്താണ്? ഓരോ വ്യക്തിക്കും ഇഷ്ടമുള്ള മതം സ്വീകരിക്കാം, പ്രചരിപ്പിക്കാം, പിന്തുടരാം. മതസ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നതും ആർട്ടിക്കിൾ 25 മുതൽ 28 വരെയാണ് അല്ലേ. മതസ്ഥാപനങ്ങൾ ആരംഭിക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ചിട്ടും ഈ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തിൽ വരുന്നുണ്ട്. നെക്സ്റ്റ് ആർട്ടിക്കിൾ 29 30 ഇവിടെ പ്രധാനമായിട്ടും ന്യൂനപക്ഷക്കാരെ കുറിച്ചാണ് പറയുന്നത്. ആർട്ടിക്കിൾ 29 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങൾ, ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്വന്തം ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കുവാനുള്ള അവകാശത്തെക്കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശങ്ങളിൽ വരുന്നത് ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സ്വന്തം ഭാഷ, ലിപി, സംസ്കാരം എന്നിവ സംരക്ഷിക്കുന്നതിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. ഇനി ആർട്ടിക്കിൾ 32 ആണെങ്കിലോ ഭരണഘടനാപരമായിട്ടുള്ള പരിഹാരങ്ങൾക്കുള്ള അവകാശം അല്ലെങ്കിൽ പ്രതിവിധികൾക്കുള്ള അവകാശങ്ങൾ. ഇവിടെ മൗലിക അവകാശങ്ങൾക്ക് ലംഘനമുണ്ടായാൽ കോടതിയെ സമീപിക്കുവാൻ പൗരന് നൽകുന്ന അവകാശം അല്ലേ. ഒരു മൗലിക അവകാശ ലംഘനം സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ കോടതിയെ സമീപിക്കാം എന്ന് പറയുന്ന ഒരു ഭാഗമാണ് ആർട്ടിക്കിൾ 32 വരുന്നത്. ഇനി ഈ ആർട്ടിക്കിൾ 32 ഈ പരിഹാര മാർഗങ്ങളെ കുറിച്ച് പറയുകയാണെങ്കിൽ പ്രധാനമായിട്ടും റിട്ടുകളാണ് വരുന്നത്. അതിനു മുമ്പ് നമുക്കൊന്നും കൂടിയും ഈ ഒരു ഭാഗം നോക്കാം അല്ലേ. മൗലിക അവകാശങ്ങളെ കുറിച്ച് പറഞ്ഞത്. അപ്പോൾ മൗലിക അവകാശങ്ങൾ എന്ന് വെച്ചാൽ പാർട്ട് 3 വരുന്നത്. ആർട്ടിക്കിൾ 12 മുതൽ 35 വരെയാണ് മൗലിക അവകാശങ്ങളെ കുറിച്ച് പറയുന്നത്. അമേരിക്കയിൽ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്. ഇനി ഇതിൽ എത്രയാണ് 6 മൗലിക അവകാശങ്ങൾ വരുന്നുണ്ട്. സമത്വത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 14 മുതൽ 18 വരെ വരുന്നു. ഇനി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ആർട്ടിക്കിൾ 19 മുതൽ 22 വരെ വരുന്നു. ആർട്ടിക്കിൾ 23 24 ചൂഷണത്തിനെതിരായിട്ടുള്ള അവകാശമാണ്. ആർട്ടിക്കിൾ 25 മുതൽ 28 വരെ മത സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നു. ആർട്ടിക്കിൾ 29 30 സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം. ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പ്രതിവിധികൾക്കുള്ള അവകാശങ്ങൾ. ഇനി നെക്സ്റ്റ് റിട്ടുകളെ കുറിച്ച് പറയുന്നു. അതായത് ആർട്ടിക്കിൾ 32 നമ്മൾ പറഞ്ഞു പരിഹാരങ്ങൾക്കുള്ള അവകാശമാണ്. അതായത് നമുക്ക് ഈ മൗലിക അവകാശത്തിൽ എന്തെങ്കിലും ലംഘിക്കപ്പെടാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, കോടതിയെ സമീപിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനായിട്ട് കുറച്ച് റിട്ടുകളൊക്കെ നമുക്ക് പഠിക്കാനായിട്ടുണ്ട്. എന്താണ് റിട്ടുകൾ എന്ന് വെച്ചാൽ നമുക്ക് ചോദിച്ചിട്ടുണ്ട് എത്ര റിട്ടുകൾ ഉണ്ടെന്ന് ചോദിച്ചിട്ടുണ്ട്. 5 റിട്ടുകളാണുള്ളത്. ഒന്ന് ഹേബിയസ് കോർപ്പസ്. ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ അന്യായമായ തടങ്കലിൽ നിന്നും പൗരനെ മോചിപ്പിക്കുന്നതിനായിട്ടുള്ള റിട്ടാണ് എന്തെന്ന് പറയുന്നത്, ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. അന്യായമായ തടങ്കലിൽ നിന്നും പൗരനെ മോചിപ്പിക്കുന്നതിനുള്ള റിട്ട് ചോദിക്കുകയാണെങ്കിൽ ഇതാണ് ഹേബിയസ് കോർപ്പസ് ആണ്. ഇനി മാൻഡമസ് ചോദിച്ചിട്ടുണ്ട് അല്ലേ. മാൻഡമസ് ഒക്കെ കുറേ പ്രാവശ്യം ചോദിച്ചിട്ടുള്ളതാണ്. ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോട് തൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ ആവശ്യപ്പെടുന്നതാണ് മാൻഡമസ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോട് തൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ ആവശ്യപ്പെടുന്നു. ഇനി എന്താണ് പ്രൊഹിബിഷൻ എന്ന് വെച്ചാൽ കീഴ്ക്കോടതികൾ അവരുടെ അധികാര പരിധി ലംഘിക്കുന്നതിനെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. കീഴ്ക്കോടതികൾ അവരുടെ അധികാര പരിധി ലംഘിക്കുന്നതിനെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് പ്രൊഹിബിഷൻ. ഇനി കോ വാറന്റോ എന്ന് വെച്ചാലോ സർക്കാർ ഉദ്യോഗസ്ഥൻ തനിക്ക് അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നതിനെതിരെയുള്ള റിട്ടാണ് കോ വാറന്റോ. സർക്കാർ ഉദ്യോഗസ്ഥൻ തനിക്ക് അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നതിനെതിരെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് കോ വാറന്റോ. ഇനി സെർഷോറി എന്ന് വെച്ചാൽ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റുന്നതിനെ സംബന്ധിച്ച് പറയുന്നതാണ് സെർഷോറി എന്ന് പറയുന്നത്. അപ്പോൾ എന്തൊക്കെയാണ് റിട്ടുകളെ പഠിച്ചത്? ഹേബിയസ് കോർപ്പസ് എന്ന് വെച്ചാൽ അന്യായമായ തടങ്കലിൽ നിന്നും പൗരനെ മോചിപ്പിക്കുന്നതിനായിട്ട്. മാൻഡമസ് ഗവൺമെൻറ് ഉദ്യോഗസ്ഥനോട് തൻ്റെ ഉത്തരവാദിത്തം നിർവഹിക്കുവാൻ ആവശ്യപ്പെടുന്നത്. പ്രൊഹിബിഷൻ തടയുക അല്ലേ. എന്ത് തടയുക? കീഴ്ക്കോടതി അവരുടെ അധികാര പരിധി ലംഘിക്കുന്നതിനെതിരെ വേണ്ടി പുറപ്പെടുവിക്കുന്ന റിട്ടാണ്. ഇനി കോ വാറന്റോ എന്ന് വെച്ചെന്താണ്? എന്ത് അധികാരം? അതായത് സർക്കാർ ഉദ്യോഗസ്ഥൻ തനിക്ക് അർഹതയില്ലാത്ത സ്ഥാനം വഹിക്കുന്നതിനെതിരെ. ഇനി സെർഷോറി എന്ന് വെച്ചാൽ ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്നും മേൽക്കോടതിയിലേക്ക് മാറ്റുന്നത് സംബന്ധിച്ച്. ഇനി നെക്സ്റ്റ് വരുന്നത് ആർട്ടിക്കിളിൽ നിർദ്ദേശ തത്വങ്ങളെക്കുറിച്ച് പഠിക്കാനായിട്ടുണ്ട്. 36 മുതൽ 51 വരെ അല്ലേ. 36 മുതൽ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് നിർദ്ദേശ തത്വങ്ങളെ കുറിച്ച് പറയുന്നത്. പാർട്ട് 4 പറയുന്നത്.
സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഭരണാധികാരികൾക്കുള്ള പൊതുനിർദ്ദേശകമാണ് നിർദ്ദേശക തത്വങ്ങൾ. എന്താണ് നിർദ്ദേശക തത്വങ്ങൾ? സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങളുടെ ക്ഷേമത്തെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് അല്ലേ. ജനങ്ങളുടെ ക്ഷേമമാണ് പ്രധാനമായിട്ടും ഇവിടെ ലക്ഷ്യം വരുന്നത്. സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായ നീതി ഉറപ്പുവരുത്തുന്നതിന് വേണ്ടി ഭരണാധികാരികൾക്കുള്ള പൊതുനിർദ്ദേശകമാണ് നിർദ്ദേശക തത്വങ്ങൾ. ഭരണഘടനയുടെ 4-ാം ഭാഗത്താണ് നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ ആശയം കടമെടുത്തിരിക്കുന്നത് അയർലാൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നാണ്. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുമ്പോൾ ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ്. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഓരോ ആർട്ടിക്കിളും പഠിക്കാനായിട്ട് വരുന്നില്ല NCERT-ൽ. അപ്പോൾ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുമ്പോൾ സമൂഹത്തിലെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും സാമൂഹികവും സാമ്പത്തികവുമായ നീതി ഉറപ്പാക്കുക. 4-ാം ഭാഗത്ത് പറയുന്നു ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് വരുന്നത്. അയർലാൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നാണ് ഇത് കടമെടുത്തിരിക്കുന്നത്. നെക്സ്റ്റ്, മൗലിക അവകാശങ്ങളും നിർദ്ദേശ തത്വങ്ങളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? മൗലിക അവകാശങ്ങൾ എന്ന് വെച്ചാൽ നമുക്ക് മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ നമുക്ക് എന്ത് ചെയ്യാം? കോടതിയെ സമീപിക്കാമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നുണ്ട്, വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. മൗലിക അവകാശങ്ങൾ ലംഘിക്കപ്പെട്ടാൽ കോടതിയെ സമീപിക്കാം, ഗവൺമെൻറ്റിൻ്റെ മേൽ നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തുന്നു, വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു. എന്നാൽ നിർദ്ദേശക തത്വങ്ങൾ ലംഘിക്കപ്പെടുകയാണെങ്കിൽ നമുക്ക് കോടതിയെ സമീപിക്കാനായിട്ട് കഴിയില്ല. ചില കാര്യങ്ങൾ ചെയ്യാൻ ഗവൺമെൻറ്റിനോട് ആവശ്യപ്പെടാം. സാമൂഹ്യക്ഷേമമാണ് പ്രധാനമായിട്ടുള്ള ലക്ഷ്യം വരുന്നത് അല്ലേ. മൗലിക അവകാശങ്ങൾ നമ്മുടെ അവകാശങ്ങളാണ് വരുന്നതെങ്കിൽ നിർദ്ദേശക തത്വങ്ങൾ എന്ന് വെച്ചാൽ എന്താണ്? ക്ഷേമമാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ലക്ഷ്യം വരുന്നത്. നെക്സ്റ്റ്, ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് സമ്പ്രദായം. ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാർഗമാണ് തെരഞ്ഞെടുപ്പ്. തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ എന്താണ്? ജനപ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിനുള്ള മാർഗമാണ്. നമ്മൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും ആനുപാതിക പ്രാതിനിധ്യ സമ്പ്രദായവുമാണ് പിന്തുടരുന്നത്. അപ്പോൾ നമുക്ക് എന്താണ്? കേവല ഭൂരിപക്ഷ വ്യവസ്ഥയും ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയുമാണുള്ളത്. എന്താണ് കേവല ഭൂരിപക്ഷ വ്യവസ്ഥ? FPTP എന്ന് വെച്ചാൽ എന്താണ്? രാജ്യത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളായി തിരിക്കുന്നു. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. വോട്ടർമാർ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്തുന്നു. അപ്പോൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് വെച്ചാൽ രാജ്യത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളായിട്ട് തിരിക്കുന്നുണ്ട്. ഓരോ നിയോജക മണ്ഡലത്തിൽ നിന്നും ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കുന്നു. വോട്ടർമാർ സ്ഥാനാർത്ഥികൾക്ക് വോട്ട് രേഖപ്പെടുത്തുന്നു. ഇനി ആനുപാതിക പ്രാതിനിധ്യം എന്ന് വെച്ചാൽ എങ്ങനെയാണ്? രാജ്യത്തെ വലിയ നിയോജക മണ്ഡലങ്ങളായി വിഭജിക്കും. നമ്മൾ നേരത്തെ കണ്ടത് എങ്ങനെയായിരുന്നു? കേവല ഭൂരിപക്ഷം എന്ന് വെച്ചാൽ എന്തായിരുന്നു? ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരാളുണ്ടായിരിക്കില്ലേ. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യം എന്ന് വെച്ചാൽ ഈ നിയോജക മണ്ഡലം, അതായത് രാജ്യത്തെ വലിയ നിയോജക മണ്ഡലങ്ങളായിട്ട് തിരിക്കുകയാണ്. എന്നിട്ട് ഒരു നിയോജക മണ്ഡലത്തിൽ നിന്നും ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നു. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒന്നിലധികം സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കും. വോട്ടർമാരാണ് ഇവിടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത്. വോട്ടർമാരെ ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞു കേവല ഭൂരിപക്ഷമാണെങ്കിൽ സ്ഥാനാർത്ഥികളാണ് വോട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യമാണെങ്കിൽ വോട്ടർമാരാണ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പോൾ കേവല ഭൂരിപക്ഷ വ്യവസ്ഥ എന്ന് വെച്ചാൽ രാജ്യത്തെ വിവിധ നിയോജക മണ്ഡലങ്ങളായി വേർതിരിച്ചിട്ടുണ്ടായിരിക്കും. ഒരു നിയോജക മണ്ഡലത്തിൽ നിന്ന് ഒരു പ്രതിനിധിയെ തിരഞ്ഞെടുക്കും. വോട്ടർമാർ സ്ഥാനാർത്ഥിക്കാണ് അവിടെ എന്ത് ചെയ്യുന്നത്? ഒരു വോട്ട് രേഖപ്പെടുത്തുന്നത്. എന്നാൽ ആനുപാതിക പ്രാതിനിധ്യം എന്ന് വെച്ചാൽ വലിയ നിയോജക മണ്ഡലമായിട്ട് തിരിച്ചിട്ടുണ്ടായിരിക്കും. എന്നിട്ട് ഒന്നിൽ കൂടുതൽ സ്ഥാനാർത്ഥികളുണ്ടായിരിക്കും. വോട്ടർമാരാണ് അവിടെ പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി എന്താണ് സാർവത്രിക വോട്ടവകാശം? നമുക്കറിയാം ആർട്ടിക്കിൾ 326 സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പറയുന്നതിലെ ഒരു രാജ്യത്തിലെ പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം നൽകുന്നതിനെയാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം എന്ന് പറയുന്നത്. ഒരു രാജ്യത്തിലെ പ്രായപൂർത്തിയായ എല്ലാ പൗരന്മാർക്കും വോട്ടവകാശം നൽകുന്നതിനെയാണ് സാർവത്രിക വോട്ടവകാശം എന്ന് പറയുന്നത്. ഇനി തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ എത്ര അംഗങ്ങളുണ്ടായിരിക്കും? 3 അംഗങ്ങളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനിൽ ഉണ്ടായിരിക്കുക. ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ് അല്ലേ. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഇവരുടെ കാലാവധി ചോദിക്കുകയാണെങ്കിൽ എത്രയാണ്? 6 വർഷമാണ്. അപ്പോൾ എന്താ പറഞ്ഞത്? 3 അംഗങ്ങളുണ്ടായിരിക്കും, 6 വർഷമാണ് കാലാവധി വരുന്നത്. രാഷ്ട്രപതിയാണ് നിയമിക്കുന്നത്. ഇനി ഈ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകളുണ്ടല്ലോ, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ചുമതലകൾ: സ്വതന്ത്രവും നീതിപൂർവവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് നടത്തുക. അപ്പോൾ ചുമതലകൾ ഏതൊക്കെയാണ്? സ്വതന്ത്രവും നീതിപൂർവവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് നടത്തുക, വോട്ടർ പട്ടിക തയ്യാറാക്കുക, തെരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക, പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കുക, പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുക, വോട്ടെണ്ണൽ, തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുക. അപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ചുമതലകൾ ചോദിക്കുകയാണെങ്കിൽ ഇതൊക്കെയാണ്: സ്വതന്ത്രവും നീതിപൂർവവും നിഷ്പക്ഷവുമായ തെരഞ്ഞെടുപ്പ് നടത്തുക, വോട്ടർ പട്ടിക തയ്യാറാക്കുക, തെരഞ്ഞെടുപ്പ് തീയതി നിശ്ചയിക്കുക, രാഷ്ട്രീയ പാർട്ടികൾക്ക് അംഗീകാരം നൽകുക, പാർട്ടികൾക്ക് ചിഹ്നം അനുവദിക്കുക, പെരുമാറ്റച്ചട്ടം നടപ്പിലാക്കുക, വോട്ടെണ്ണൽ, തെരഞ്ഞെടുപ്പ് ഫലം പ്രഖ്യാപിക്കുക.
നെക്സ്റ്റ് തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ. ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് നടത്തുക, സ്ത്രീകൾക്ക് മതിയായ പ്രാതിനിധ്യം നൽകുക, തെരഞ്ഞെടുപ്പ് ചെലവ് ഗവൺമെൻറ് വഹിക്കുക, ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ഥാനാർത്ഥികളെ തെരഞ്ഞെടുപ്പിൽ നിന്നും മാറ്റി നിർത്തുക, തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ചും പരാമർശിക്കുന്നത് ഒഴിവാക്കുക. അപ്പോൾ തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? ആനുപാതിക പ്രാതിനിധ്യ വ്യവസ്ഥയിൽ തെരഞ്ഞെടുപ്പ് നടത്തണം, സ്ത്രീകൾക്കും പ്രാധാന്യം നൽകണം, തെരഞ്ഞെടുപ്പ് ചെലവ് ആര് വഹിക്കണം? ഗവൺമെൻറ് വഹിക്കണം. അതുപോലെ തന്നെ ക്രിമിനൽ പശ്ചാത്തലമുള്ള സ്ഥാനാർത്ഥികളുണ്ടെങ്കിൽ അവർ ഒഴിവാക്കണം, തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ ജാതിയെക്കുറിച്ചും മതത്തെക്കുറിച്ചും പരാമർശിക്കുന്നത് ഒഴിവാക്കുക. ക്ലിയർ ആണല്ലോ? അപ്പോൾ ഇനി നെക്സ്റ്റ് വരുന്ന ചാപ്റ്റർ കാര്യനിർവഹണ വിഭാഗമാണ്. മനസ്സിലാവുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാട്ടോ, അതുപോലെ തന്നെ ലൈക്കും കൂടെ ചെയ്യാം, ഹൈപ്പും കൂടെ ചെയ്യാൻ മറക്കരുതേ. ഇനി കാര്യനിർവഹണ വിഭാഗം. തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ നയങ്ങളും ചട്ടങ്ങളും നടപ്പാക്കാനും ഭരണം നടത്തുവാനും ചുമതലയുള്ള ഗവൺമെൻറ് ഘടകത്തെയാണ് കാര്യനിർവഹണ വിഭാഗം എന്ന് വിളിക്കുന്നത്. അപ്പോൾ കാര്യനിർവഹണ വിഭാഗം എന്ന് വെച്ചാൽ എന്താണ്? തെരഞ്ഞെടുക്കപ്പെട്ട സർക്കാരിൻ്റെ നയങ്ങളും ചട്ടങ്ങളും നടപ്പാക്കാനും ഭരണം നടത്തുവാനും ചുമതലയുള്ള ഗവൺമെൻറ്റിൻ്റെ ഘടകത്തെയാണ് എന്തെന്ന് പറയുന്നത്? കാര്യനിർവഹണ വിഭാഗം എന്ന് പറയുന്നത്. ഇനി വിവിധ തരത്തിലുള്ള കാര്യനിർവഹണ വിഭാഗങ്ങളുണ്ട് അല്ലേ? ഏതൊക്കെയാണ്? പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്, പാർലമെൻ്ററി എക്സിക്യൂട്ടീവ്, അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ്. അതിലെ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ആരാ വരാ? രാഷ്ട്രത്തലവനും ഭരണത്തലവനും പ്രസിഡന്റ് ആയിരിക്കും. രാഷ്ട്രത്തലവനും ഭരണത്തലവനും പ്രസിഡന്റ് ആയിരിക്കും. ഇനി പാർലമെന്ററി എക്സിക്യൂട്ടീവ് എന്ന് പറയുമ്പോൾ ഭരണത്തലവൻ ആരാണ്? പ്രധാനമന്ത്രി ആയിരിക്കും. എന്നാൽ രാഷ്ട്രത്തലവൻ ആരാണ്? പ്രസിഡന്റ് ആയിരിക്കും. ഇനി അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ എന്താണ്? ദൈനംദിന ഭരണകാര്യത്തിൽ ഇടപെടാൻ പ്രധാനമന്ത്രിയോടൊപ്പം പ്രസിഡന്റിനും അധികാരമുണ്ടായിരിക്കും. അപ്പോൾ പ്രസിഡൻഷ്യൽ അതായത് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് എന്ന് വെച്ചാൽ എന്താണ്? രാഷ്ട്രത്തലവനും ഭരണത്തലവനുമായ പ്രസിഡന്റ് ആയിരിക്കും അല്ലേ? ഇനി പാർലമെന്ററി എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാലോ ഭരണത്തലവൻ പ്രധാനമന്ത്രി ആയിരിക്കും, എന്നാൽ രാഷ്ട്രത്തലവൻ ആരായിരിക്കും? പ്രസിഡന്റ് ആയിരിക്കും. അർദ്ധ പ്രസിഡൻഷ്യൽ എക്സിക്യൂട്ടീവ് എന്ന് വെച്ചാൽ ദൈനംദിന ഭരണകാര്യത്തിൽ ഇടപെടാൻ പ്രധാനമന്ത്രിയോടൊപ്പം ആർക്കും അധികാരമുണ്ടായിരിക്കും? പ്രസിഡന്റിനും അധികാരമുണ്ടായിരിക്കും. ഇനി രാഷ്ട്രപതിയുടെ അധികാരം. പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, ജഡ്ജിമാർ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാർ, ഗവർണർമാർ എന്നിവരെല്ലാം നിയമിക്കുന്ന ആരാണ്? രാഷ്ട്രപതിയാണ്. രാഷ്ട്രപതി എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് നിയമിക്കുന്നത്? പ്രധാനമന്ത്രിയെ നിയമിക്കുന്നുണ്ട്, കേന്ദ്രമന്ത്രിമാർ, ജഡ്ജിമാർ, സുപ്രീം കോടതിയിലെയും ഹൈക്കോടതിയിലെയും ജഡ്ജിമാരെയും ഗവർണർമാരെയും ഒക്കെ ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ്. പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൂട്ടുക രാഷ്ട്രപതിയുടെ അധികാരമാണ്. പാർലമെന്റ് സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടുക. ഇനി ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുക. ഓർഡിനൻസിന്റെ എത്രയാണ്? ആർട്ടിക്കിൾ 1, 2, 3 ആണ് അല്ലേ? ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുക. ഇനി രാജ്യസഭയിലേക്കും ലോകസഭയിലേക്കും അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുക. രാജ്യസഭയിലേക്കും ലോകസഭയിലേക്കും അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുക. സായുധ സേനയുടെ തലവനാണ്. പാർലമെന്റ് പാസ്സാക്കുന്ന ബില്ലുകൾ രാഷ്ട്രപതി ഒപ്പിടുന്നതോടുകൂടി മാത്രമേ നിയമമാകുന്നുള്ളൂ. അപ്പോൾ എന്താ പറയുന്നത്? രാഷ്ട്രപതിയുടെ അധികാരം. രാഷ്ട്രപതിയുടെ അധികാരങ്ങൾ ഏതൊക്കെയാണ് വരുന്നത്? പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൂട്ടുക, ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുക, രാജ്യസഭയിലേക്കും ലോകസഭയിലേക്കും അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുക, സായുധ സേനയുടെ തലവൻ, പാർലമെന്റ് പാസ്സാക്കുന്ന ബില്ലുകൾ രാഷ്ട്രപതി ഒപ്പിടുന്നതോടുകൂടി മാത്രമേ നിയമമാകുന്നുള്ളൂ. നെക്സ്റ്റ് രാഷ്ട്രപതിയുടെ വിവേചനാധികാരങ്ങൾ. വിവേചനാധികാരങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. മന്ത്രിസഭ നൽകുന്ന ഉപദേശം പുനഃപരിശോധിക്കാം. പോക്കറ്റ് വീറ്റോ അതായത് ബില്ല് ഒപ്പുവെക്കാതെ കൈവശം വയ്ക്കുന്ന ഒരു അധികാരമുണ്ടല്ലോ, അത് ആർക്കുണ്ട്? രാഷ്ട്രപതിയുടെ വിവേചനാധികാരമാണ്. ഇനി പാർലമെന്റിൽ ഒരു കക്ഷിക്കും ഭൂരിപക്ഷം ഇല്ലാത്ത സാഹചര്യത്തിൽ പ്രധാനമന്ത്രിയെ നിയമിക്കേണ്ടത് ആരാണ്? രാഷ്ട്രപതിയാണ്. പാർലമെന്റിൽ ഒരു കക്ഷിക്കും അവിടെ ഭൂരിപക്ഷം കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ പ്രധാനമന്ത്രിയെ നിയമിക്കേണ്ടത് ആരായിരിക്കും? രാഷ്ട്രപതിയായിരിക്കും. അപ്പോൾ രാഷ്ട്രപതിയുടെ വിവേചനാധികാരങ്ങൾ എന്ന് പറയുമ്പോൾ മന്ത്രിസഭ നൽകുന്ന ഉപദേശം പുനഃപരിശോധിക്കാം, പോക്കറ്റ് വീറ്റോ ഉപയോഗിക്കാം, അതുപോലെ തന്നെ പ്രധാനമന്ത്രിയെ നിയമിക്കേണ്ടത് തന്നെയാണ് രാഷ്ട്രപതിയാണ്. എപ്പോൾ? ഭൂരിപക്ഷം ഒന്നുമില്ലാത്ത സമയത്തില്ലേ. പിന്നെ എന്തൊക്കെയാണ് നമ്മൾ പറഞ്ഞത്? രാഷ്ട്രപതിയുടെ അധികാരങ്ങളിൽ കുറേ പേര് നിയമിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു അല്ലേ? പ്രധാനമന്ത്രി, കേന്ദ്രമന്ത്രിമാർ, ഗവർണർ, ജഡ്ജിമാർ ഇവയൊക്കെ ആരാണ് നിയമിക്കുന്നത്? രാഷ്ട്രപതിയാണ്. പാർലമെന്റ് സമ്മേളനം വിളിച്ചുകൂട്ടാം, ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കാം, രാജ്യസഭയിലേക്കും ലോകസഭയിലേക്കും അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യാം, സായുധ സേനയുടെ തലവനാണ്. പാർലമെന്റ് പാസ്സാക്കുന്ന ബില്ലുകൾ രാഷ്ട്രപതി ഒപ്പിടുന്നത് കൂടി മാത്രമാണ് നമ്മുടെ ബില്ലായിട്ട് മാറുന്നുള്ളൂ. ഇനി നെക്സ്റ്റ് വരുന്നത് പ്രധാനമന്ത്രിയാണ്. പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? രാഷ്ട്രപതിക്ക് ഉപദേശം നൽകുക. അതായത് രാഷ്ട്രപതിയുടെ ഉപദേശം അനുസരിച്ച് പ്രധാനമന്ത്രിയുടെ ഉപദേശം അനുസരിച്ച് മാത്രമാണ് രാഷ്ട്രപതിക്ക് അവിടെ അധികാരങ്ങൾ ചെയ്യാനായിട്ട് പറ്റുന്നുള്ളൂ. അപ്പോൾ രാഷ്ട്രപതിക്ക് ഉപദേശം നൽകുന്ന ആരാണ്? പ്രധാനമന്ത്രിയാണ്. മന്ത്രിമാരെ തിരഞ്ഞെടുക്കാം. ഓക്കെ.
ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ തീരുമാനിക്കാം. വിദേശ നയങ്ങൾ രൂപീകരിക്കുക. മന്ത്രിസഭയെയും രാഷ്ട്രപതിയെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രവർത്തിക്കുക. അപ്പോൾ പ്രധാനമന്ത്രിയുടെ അധികാരങ്ങൾ എന്ന് പറയുമ്പോൾ രാഷ്ട്രപതിക്ക് ഉപദേശം നൽകുക, മന്ത്രിമാരെ തിരഞ്ഞെടുക്കുക, ഗവൺമെൻറ്റിൻ്റെ നയങ്ങൾ തീരുമാനിക്കുക, വിദേശ നയങ്ങൾ രൂപീകരിക്കുക, മന്ത്രിസഭയെയും രാഷ്ട്രപതിയെയും ബന്ധിപ്പിക്കുന്ന കണ്ണിയായി പ്രവർത്തിക്കുക. ഇനി നെക്സ്റ്റ് വരുന്നത് ഇന്ത്യൻ സിവിൽ സർവീസിൻ്റെ ഘടനയാണ്. ഇന്ത്യൻ സിവിൽ സർവീസ് എന്ന് പറയുമ്പോൾ എങ്ങനെയായിട്ട് 3 എണ്ണം ഉണ്ട്. ഏതൊക്കെയാണ്? അഖിലേന്ത്യാ സർവീസ് ഉണ്ട്, കേന്ദ്ര സർവീസ് ഉണ്ട്, സംസ്ഥാന സർവീസ് ഉണ്ട്. അഖിലേന്ത്യാ സർവീസ് എന്ന് വെച്ചാൽ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും ഇടയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥ വിഭാഗമാണ് അഖിലേന്ത്യാ സർവീസിൽ വരുന്നത്. കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും ഇടയിൽ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥ വിഭാഗമാണ് അഖിലേന്ത്യാ സർവീസിൽ വരുന്നത്. അതിൽ IPSഉം IAS ഒക്കെ വരുന്നുണ്ട്. അഖിലേന്ത്യാ സർവീസിൽ ആരൊക്കെ വരുന്നുണ്ട്? IPSഉം IASഉം വരുന്നുണ്ട്. അതായത് കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റിനും ഇടയ്ക്കീഴ് വരുന്ന ജോലി ചെയ്യുന്ന ആൾക്കാരാണ് അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുന്നത്. ഇനി കേന്ദ്ര സർവീസും സംസ്ഥാന സർവീസും ആ പേരിൽ തന്നെ ഉണ്ട് അല്ലേ. അപ്പോൾ കേന്ദ്ര സർവീസ് എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ മാത്രം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥ വിഭാഗമാണ് കേന്ദ്ര സർവീസിൽ വരുന്നത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇന്ത്യൻ റവന്യൂ സർവീസ്, ഇന്ത്യൻ റെയിൽവേ സർവീസ് ഒക്കെ എന്താണ്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കീഴിൽ മാത്രം ജോലി ചെയ്യുന്ന വിഭാഗങ്ങളാണ് അല്ലേ. ഇനി സംസ്ഥാന സർവീസ് എന്ന് പറയുമ്പോഴോ നമ്മുടെ PSC ഒക്കെ എതിരെ വരുന്നത് സംസ്ഥാന സർവീസാണ് അല്ലേ. സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ മാത്രം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥ വിഭാഗമാണ് സംസ്ഥാന സർവീസ്. എക്സാമ്പിൾ ഏതാണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷൻ. അപ്പോൾ എന്താ പറയുന്നത്? അഖിലേന്ത്യാ സർവീസ്, കേന്ദ്ര സർവീസ്, സംസ്ഥാന സർവീസ് എന്നിങ്ങനെയുണ്ട്. അഖിലേന്ത്യാ സർവീസ് എന്ന് പറയുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും ഇടയിലായിട്ടാണ് ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥ വിഭാഗമാണ് വരുന്നത്. IPSഉം IAS ഒക്കെ അതിൽ വരുന്നുണ്ട്. ഇനി കേന്ദ്ര സർവീസ് എന്ന് പറയുമ്പോഴോ കേന്ദ്ര ഗവൺമെൻറ്റിന് കീഴിൽ മാത്രം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥ വിഭാഗമാണ്. അതിന് എക്സാമ്പിളാണ് ഇന്ത്യൻ റവന്യൂ സർവീസും ഇന്ത്യൻ റെയിൽവേ സർവീസും. ഇനി സംസ്ഥാന സർവീസ് എന്ന് വെച്ചാൽ സംസ്ഥാന ഗവൺമെൻറ്റിന് കീഴിൽ മാത്രം ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥ വിഭാഗമാണ്. എക്സാമ്പിൾ എന്താണ്? സംസ്ഥാന പബ്ലിക് സർവീസ് കമ്മീഷനാണ്. ഇനി പാർലമെൻറ്റിൻ്റെ അധികാരങ്ങൾ. എന്താണ് പാർലമെൻറ്റ് എന്ന് വെച്ചാൽ? പാർലമെൻറ്റാണ് ഇന്ത്യയുടെ നിയമനിർമ്മാണ സഭ. ഓക്കെ. അപ്പോൾ ഈ പാർലമെൻറ്റിനെ നമുക്ക് 2 മണ്ഡലങ്ങളായിട്ട് തിരിക്കാം അല്ലേ. 2 സഭകളുണ്ട്. ഏതൊക്കെയാണ്? ലോകസഭയും ഉണ്ട്, രാജ്യസഭയും ഉണ്ട് അല്ലേ. നമുക്കറിയാം ലോകസഭയെയാണ് അധോസഭ എന്നറിയപ്പെടുന്നത്, രാജ്യസഭയെയാണ് ഉപരിസഭ എന്നൊക്കെ അറിയപ്പെടുന്നത് അല്ലേ. ഇനി പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ എന്തൊക്കെയാണ്? പാർലമെൻറ്റിൻ്റെ അധികാരങ്ങളാണ് ചോദിച്ചിരിക്കുന്നത്. നിയമങ്ങൾ നിർമ്മിക്കാം, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാം, ഭരണഘടന ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം പാർലമെൻറ്റിനുണ്ട്. ഇനി സാമ്പത്തിക നിയന്ത്രണം, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ അവിശ്വാസ പ്രമേയം പാസ്സാക്കുവാനുള്ള ലോകസഭയുടെ അധികാരം, ഇന്ത്യൻ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുക. അപ്പോൾ പാർലമെൻറ്റിൻ്റെ പ്രധാനപ്പെട്ട അധികാരങ്ങൾ ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെ പറയാം? നിയമങ്ങൾ നിർമ്മിക്കാം, എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കാം, ഭരണഘടന ഭേദഗതി ചെയ്യാം, സാമ്പത്തിക നിയന്ത്രണം, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെ അവിശ്വാസ പ്രമേയം പാസ്സാക്കാനുള്ള ലോകസഭയുടെ അധികാരം, ഇന്ത്യൻ രാഷ്ട്രപതിയെയും ഉപരാഷ്ട്രപതിയെയും തിരഞ്ഞെടുക്കുക. ക്ലിയർ ആണല്ലോ. അപ്പോൾ ഇവിടെ നമ്മൾ പറഞ്ഞത് എന്തൊക്കെയാണ്? പ്രധാനമന്ത്രിയുടെ അധികാരങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞു. സിവിൽ സർവീസിൻ്റെ ഘടന 3 ഉണ്ടെന്ന് പറഞ്ഞു. പാർലമെൻറ്റിൻ്റെ അധികാരങ്ങളും പറഞ്ഞു അല്ലേ. ഇനി നെക്സ്റ്റ് ലോകസഭയുടെ പ്രത്യേക അധികാരങ്ങൾ എന്ന് വെച്ചാൽ ലോകസഭയ്ക്ക് മാത്രമുള്ള അധികാരങ്ങളാണ് പറയുന്നത്. ബഡ്ജറ്റ് അവതരിപ്പിക്കാം, കേന്ദ്ര ഗവൺമെൻറ്റിന് എതിരെയുള്ള അവിശ്വാസ പ്രമേയം. ഈ ബഡ്ജറ്റ് എന്ന് പറയുമ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കാം. അതുപോലെ തന്നെ നമുക്കറിയാം മണി ബില്ല് ആദ്യം തന്നെ എവിടെയാണ് അവതരിപ്പിക്കുക? ലോകസഭയിലാണ് ആദ്യം അവതരിപ്പിക്കുന്നത്. അപ്പോൾ ബഡ്ജറ്റ് അവതരിപ്പിക്കൽ കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയമൊക്കെ എന്നാണ് ലോകസഭയുടെ പ്രത്യേക അധികാരങ്ങളാണ്. ഇനി രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങൾ എന്ന് പറയുമ്പോൾ പുതിയ അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കാം. നമ്മൾ പറഞ്ഞു അഖിലേന്ത്യാ സർവീസ് എന്ന് വെച്ചാൽ ഈ രാജ്യത്തിനും സംസ്ഥാനത്തിനും ഇടയിലായിട്ടാണ് വരുന്നത് അല്ലേ. അപ്പോൾ ഇതിനിടയിൽ വരുന്ന ഈ അഖിലേന്ത്യാ സർവീസുകൾ രൂപീകരിക്കുന്നതിന് ആവശ്യമായ നടപടിക്രമങ്ങൾ സ്വീകരിക്കാം. സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് രാജ്യസഭയുടെ അംഗീകാരം വേണം. ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. സംസ്ഥാന ലിസ്റ്റിലുള്ള വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലേക്കോ കൺകറന്റ് ലിസ്റ്റിലേക്കോ മാറ്റുന്നതിന് ആരുടെ അംഗീകാരം വേണം? രാജ്യസഭയുടെ അംഗീകാരം വേണം. ഇനി ഇന്ത്യൻ പാർലമെൻറ്റിലെ നിയമനിർമ്മാണത്തിൻ്റെ വിവിധ ഘട്ടങ്ങൾ. ബില്ല് തയ്യാറാക്കാം. ആദ്യം തന്നെ എന്ത് ചെയ്യും? ബില്ല് തയ്യാറാക്കും. എന്നിട്ട് 1ാം വായനയുണ്ട്. ഈ 1ാം വായനയിൽ ബില്ല് സഭയിൽ അവതരിപ്പിക്കുകയാണ് ചെയ്യുക. 1ാം വായനയിൽ എന്താണ് ചെയ്യുക? ബില്ല് സഭയിൽ അവതരിപ്പിക്കാം. കമ്മിറ്റി ഘട്ടം. 1ാം വായന കഴിഞ്ഞിട്ട് വരുന്ന ഒരു ഘട്ടമാണ് കമ്മിറ്റി ഘട്ടം. അതായത് ഈ നമ്മൾ ഒരു ബില്ല് സഭയിൽ അവതരിപ്പിച്ചിട്ടുണ്ടല്ലോ അല്ലേ. ഇത് വിശദമായ പഠനത്തിന് കമ്മിറ്റി രൂപീകരിക്കുന്നു. ഇത് പഠിക്കുന്നതിനായിട്ട് എന്താ ചെയ്യുന്ന ഒരു കമ്മിറ്റി രൂപീകരിക്കുന്നുണ്ട്. നെക്സ്റ്റ് 2ാം വായന. 2ാം വായന എന്ന് വെച്ചാൽ മാറ്റങ്ങൾക്ക് ശേഷം എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അത് വീണ്ടും പാർലമെൻറ്റിൽ അവതരിപ്പിക്കാം.
പൊതു ചർച്ച, പാർലമെൻറ്റിൽ ചർച്ച ചെയ്യപ്പെടും. ഇനി മൂന്നാം വായന എന്ന് വെച്ചാൽ എന്താണ്? വായനയ്ക്ക് ശേഷം ബില്ല് വോട്ടിനിടുന്നു. മൂന്നാം വായനയിൽ എന്താ ചെയ്യുന്നത്? ഈ ഒരു വായനയ്ക്ക് ശേഷം, അതായത് രണ്ടാമതും നമ്മൾ എന്തെങ്കിലും തെറ്റുകളുണ്ടെന്നുള്ളതൊക്കെ വീണ്ടും നമ്മൾ അവതരിപ്പിച്ചിട്ടുണ്ട് അല്ലേ, അതിന് നമ്മൾ എന്ത് ചെയ്യും? വായനയ്ക്ക് ശേഷം വീണ്ടും ബില്ല് വോട്ടിനിടാണ്. ബില്ല് രണ്ടാം സഭയിൽ ആദ്യ സഭയിൽ അതേ നടപടിക്രമങ്ങൾ ഇവിടെ നടക്കുന്നു. അതായത് ആദ്യ സഭയിലൊക്കെ എന്തായിരുന്നു നടപടിക്രമങ്ങൾ ഉണ്ടായിരുന്നു, അതേ സംഭവം തന്നെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. പ്രസിഡന്റിൻ്റെ അനുമതി ലഭിച്ചാൽ ബില്ല് നിയമമാകും. എന്താണ്? പ്രസിഡന്റിൻ്റെ അനുമതി ലഭിച്ചാൽ ബില്ല് നിയമമാകും. നമ്മൾ പറഞ്ഞു പ്രസിഡന്റിൻ്റെ അനുമതി ലഭിച്ചാൽ മാത്രമാണ് ബില്ല് നിയമമായിട്ട് മാറുള്ളൂ എന്നല്ലേ. അപ്പോൾ ഇന്ത്യൻ പാർലമെൻറ്റിൽ നിയമനിർമ്മാണത്തിന് വിവിധ ഘട്ടങ്ങൾ ഏതൊക്കെയാണ്? ബില്ല് തയ്യാറാക്കണം. ബില്ല് തയ്യാറാക്കി ഒന്നാം വായനയിൽ ബില്ല് സഭയിൽ അവതരിപ്പിക്കും. കമ്മിറ്റികളെന്ന് വെച്ചാൽ ഇതൊക്കെ ചർച്ച ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കമ്മിറ്റി രൂപീകരിച്ചു. രണ്ടാം വായനയിൽ വീണ്ടും എന്ത് ചെയ്തു? ചർച്ച ചെയ്തിട്ട് എന്തെങ്കിലുമൊക്കെ ഒരു മിസ്റ്റേക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ വീണ്ടും അതൊന്നും കൂടി പാർലമെൻറ്റിൽ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ചർച്ചാഘട്ടമല്ല, പൊതു ചർച്ച നടത്തും. അതായത് വീണ്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യും. അതിനുശേഷം മൂന്നാം വായന എന്ന് വെച്ചാൽ ബില്ല് വോട്ടിനിടാണ്. അങ്ങനെ വോട്ട് ചെയ്തപ്പോൾ എന്താണ്? കൂടുതൽ വോട്ട് കിട്ടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ബില്ല് എന്ത് ചെയ്യും? നമ്മുടെ രാഷ്ട്രപതി ഒപ്പുവയ്ക്കും. അങ്ങനെയാണ് ഒരു ബില്ല് നിയമമാകുന്നത്. ക്ലിയർ ആണല്ലോ. ഇനി കാര്യനിർവഹണ വിഭാഗത്തിന് മേലുള്ള പാർലമെന്റിന്റെ നിയന്ത്രണം. കാര്യനിർവഹണ വിഭാഗത്തിന് മേലുള്ള പാർലമെന്റ് നിയന്ത്രണമാണ് ചോദിച്ചിരിക്കുന്നത്. പാർലമെന്റ് വിവിധ മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവിനെ നിയന്ത്രിക്കുന്നുണ്ട്. പാർലമെൻറ്റ് പല മാർഗങ്ങളിലൂടെ എക്സിക്യൂട്ടീവ് നിയന്ത്രിക്കുന്നുണ്ട്. അതായത് ചർച്ചകളിലൂടെയും പര്യാലോചനകളിലൂടെയും, പിന്നെ നിയമങ്ങളുടെ അംഗീകാരം, തിരസ്കരണം, ധനപരമായ അംഗീകാരം, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം ഒക്കെ ഇതിന് എക്സാമ്പിളാണ്. ചർച്ചകളിലൂടെ നിയമങ്ങളുടെ അംഗീകാരം, അത് കഴിഞ്ഞ് തിരസ്കരണം, പിന്നെ എന്താണ്? ധനപരമായ അംഗീകാരം, കേന്ദ്ര ഗവൺമെൻറ്റിനെതിരെയുള്ള അവിശ്വാസ പ്രമേയം. ഇനി സുപ്രീം കോടതിയുടെ അധികാരങ്ങൾ എന്തൊക്കെയാണ്? ഉത്ഭവാധികാരമുണ്ട്, അപ്പീൽ അധികാരമുണ്ട്, റിട്ട് അധികാരമുണ്ട്. റിട്ട് അധികാരം നമ്മൾ പറഞ്ഞു ആർട്ടിക്കിൾ 32 പ്രകാരമാണ് സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനായിട്ട് കഴിയുന്നത്. എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. ആർട്ടിക്കിൾ 32 പ്രകാരം സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം. അപ്പോൾ ഹൈക്കോടതിക്ക് ആർട്ടിക്കിൾ 226 പ്രകാരം ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാം. അപ്പോൾ റിട്ട് അധികാരം ആർക്കുണ്ട്? സുപ്രീം കോടതിക്കുണ്ട്. ഇനി ഉപദേശാധികാരമൊക്കെ എന്താണ്? സുപ്രീം കോടതിയുടെ അധികാരങ്ങളാണ്. ഇനി ഇന്ത്യൻ ഫെഡറലിസത്തിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? എന്തൊക്കെയാണ് പ്രത്യേകതകൾ? ദ്വിഭരണ സംവിധാനമാണ് അല്ലേ, ദ്വിഭരണമാണ്. പിന്നെ എന്താണ് ദ്വിഭരണം എന്ന് വെച്ചാൽ എന്താണ്? ലോകസഭയും അതുപോലെ തന്നെ എന്താണ് രാജ്യസഭയും ഉണ്ടല്ലോ അല്ലേ, ദ്വിഭരണ സംവിധാനമാണ്. ലിഖിത ഭരണഘടനയാണ്. നമുക്കറിയാം ലിഖിത ഭരണഘടന എന്ന് വെച്ചാൽ എഴുതി തയ്യാറാക്കിയിട്ടുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ എങ്ങനെ എഴുതി തയ്യാറാക്കിയിട്ടുള്ള ഏറ്റവും വലിയ ഭരണഘടന, അതായത് ഏറ്റവും വലിയ ലിഖിത ഭരണഘടന ചോദിക്കുകയാണെങ്കിൽ ഇന്ത്യയാണ്. എന്നാൽ ആദ്യത്തെ ലിഖിത ഭരണഘടന ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഏതാണ്? അമേരിക്കയാണ്. അപ്പോൾ ആദ്യത്തെ ലിഖിത ഭരണഘടന ചോദിക്കുകയാണെങ്കിൽ USA, അമേരിക്കയാണ്. ഏറ്റവും വലിയത് ചോദിക്കുകയാണെങ്കിൽ ഇതാണ്, അല്ലെങ്കിൽ ഏറ്റവും ബൃഹത്തായ ഭരണഘടന ചോദിക്കുകയാണെങ്കിൽ ആരുടേതാണ്? ഇന്ത്യയുടേതാണ്. ഇനി ഭരണഘടനാ മേധാവിത്വമുണ്ട്, സ്വതന്ത്ര നീതിന്യായ വിഭാഗം അല്ലെ, നീതിന്യായ വിഭാഗങ്ങളൊക്കെ ഉണ്ടല്ലോ. നെക്സ്റ്റ് ഇന്ത്യയിലെ അധികാര വിഭജനം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നതാണ് ലിസ്റ്റുകളെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. അധികാരം വിഭജിച്ചിട്ടുണ്ട്, അതായത് കേന്ദ്രത്തിനും സംസ്ഥാനങ്ങൾക്കൊക്കെ എന്താണ്? അധികാരം വിഭജിച്ച് നൽകിയിട്ടുണ്ട്. 3 തരംതിരിച്ചിരിക്കുന്നു: യൂണിയൻ ലിസ്റ്റ്, സംസ്ഥാന ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റിൽ എന്താ വരുന്നത്? ഇതിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിന് മാത്രമേ വരുന്നുള്ളൂ. യൂണിയൻ ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങളിലെ അധികാരം, അതിൽ നിയമം നിർമ്മാണം നടത്തുന്നതിനുള്ള അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. എക്സാമ്പിൾ പ്രതിരോധം, റെയിൽവേ, വിദേശകാര്യം, കറൻസി എന്നിവയൊക്കെ എന്താണ്? യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, തപാൽ, കറൻസി എന്നിവയൊക്കെ എന്താണ്? യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. ഇനി സംസ്ഥാന ലിസ്റ്റ് എന്ന് വെച്ചാൽ അപ്പോൾ എന്തായിരിക്കും? ഇതിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരമാർക്കായിരിക്കും? സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കായിരിക്കും അല്ലേ. അതിന് എക്സാമ്പിളാണ് പോലീസ്, കൃഷി, ജയിൽ, മൃഗസംരക്ഷണമൊക്കെ. പോലീസ്, കൃഷി, അതുപോലെ ജയിൽ, മൃഗസംരക്ഷണമൊക്കെ എന്താണ്? സംസ്ഥാന ലിസ്റ്റിൽ വരുന്ന വിഷയങ്ങളാണ്. ഇനി കൺകറന്റ് ലിസ്റ്റ്. എന്താണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ ഇതിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനുള്ള അധികാരം കേന്ദ്ര ഗവൺമെൻറ്റിനും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കുമാണ്. അതായത് ഇതിൽ വരുന്ന വിഷയങ്ങളിൽ നിയമനിർമ്മാണം നടത്തുവാനായിട്ട് കേന്ദ്ര ഗവൺമെൻറ്റും സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കും അധികാരമുണ്ട്. നമ്മൾ യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞപ്പോൾ കേന്ദ്രത്തിന് മാത്രമാണ് അധികാരം, സംസ്ഥാന ലിസ്റ്റ് എന്ന് വെച്ചാൽ സംസ്ഥാനത്തിന് മാത്രമാണ് അധികാരം എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കൺകറന്റ് ലിസ്റ്റ് എന്ന് വെച്ചാൽ കേന്ദ്രത്തിനും സംസ്ഥാനത്തിനും അധികാരമുണ്ട്. എക്സാമ്പിൾ വിദ്യാഭ്യാസം, വനം, വിവാഹം, മായം ചേർക്കൽ എന്നിവ. മായം ചേർക്കലൊക്കെ ഇപ്പോൾ അടുത്ത് നടക്കുന്ന പരീക്ഷകൾ ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്, മായം ചേർക്കലൊക്കെ കേട്ടോ. അപ്പോൾ വിദ്യാഭ്യാസം, വനം, വിവാഹം, മായം ചേർക്കലൊക്കെ എന്താണ്? കൺകറന്റ് ലിസ്റ്റാണ്. ക്ലിയർ ആണല്ലോ.
നെക്സ്റ്റ്, ഇന്ത്യൻ ഫെഡറലിസത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെ ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങൾ ഏതെല്ലാമാണ്? ഇന്ത്യൻ ഫെഡറലിസത്തിൽ കേന്ദ്ര ഗവൺമെന്റിനെ ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങൾ എന്തെല്ലാമാണ്? എന്തൊക്കെയാണ്? പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുവാനുള്ള അധികാരം, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരം, ധനപരമായ അധികാരം, രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ അടങ്ങിയിരിക്കുന്ന യൂണിയൻ ലിസ്റ്റിലാണ്. കൺകറന്റ് ലിസ്റ്റിൽ കൂടുതൽ അധികാരം ആർക്കാണ്? കേന്ദ്ര ഗവൺമെൻറ്റിനാണ്. അപ്പോൾ ഇത്രയും പഠിച്ചു വെച്ചിരിക്കുക. ശക്തിപ്പെടുത്തുന്ന ഘടകങ്ങൾ ചോദിക്കുകയാണെങ്കിൽ പുതിയ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുവാനുള്ള അധികാരമുണ്ട്, അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുവാനുള്ള അധികാരമുണ്ട്, ധനപരമായ അധികാരം, പിന്നെ രാജ്യത്തിൻ്റെ പ്രധാനപ്പെട്ട വിഷയങ്ങളൊക്കെ എന്താണ്? യൂണിയൻ ലിസ്റ്റിലാണ് വരിക. അതുപോലെ തന്നെ കൺകറന്റ് ലിസ്റ്റിൽ കൂടുതൽ അധികാരം ചോദിക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും? കേന്ദ്ര ഗവൺമെൻറ്റിനായിരിക്കും. രാജ്യത്തെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലായിരിക്കും. രാജ്യത്തെ പ്രധാനപ്പെട്ട വരുമാന സ്രോതസ്സുകളെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ നിയന്ത്രണത്തിലാണ്. ഇനി അന്തർ സംസ്ഥാന പോരാട്ടങ്ങൾ, അതായത് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്കങ്ങളുണ്ടല്ലോ, അത് അതിർത്തി തർക്കങ്ങളുണ്ടായിരിക്കും, അതുപോലെ തന്നെ നദീജല തർക്കങ്ങളുണ്ടായിരിക്കും. പ്രധാനമായിട്ടും തർക്കങ്ങൾ ചോദിക്കുകയാണെങ്കിൽ അതിർത്തി തർക്കങ്ങളും നദീജല തർക്കങ്ങളാണ്. അപ്പോൾ അതിർത്തി തർക്കത്തിന് എക്സാമ്പിൾ ചോദിക്കുകയാണെങ്കിൽ ബൽഗാം നഗരത്തിന് വേണ്ടി മഹാരാഷ്ട്രയും കർണാടകയും തമ്മിലുള്ള തർക്കമാണ്. ഏതാണ്? ബൽഗാം നഗരത്തിന് വേണ്ടിയിട്ട് മഹാരാഷ്ട്രയും കർണാടകയും തമ്മിലുള്ള തർക്കമാണ് പ്രധാനമായിട്ടും പഠിച്ചു വെച്ചിരിക്കേണ്ട അതിർത്തി തർക്കം. നമുക്ക് ചോദിക്കാം, ഇവർ തമ്മിലുള്ള തർക്കം ഏതാണെന്ന് ചോദിക്കാം. NCERT എടുത്ത് പറയുന്ന കാരണം നമുക്ക് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻ. അപ്പോൾ അതിർത്തി തർക്കം മനസ്സിലായല്ലോ. ഇനി നദീജല തർക്കം. മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ട നർമ്മദ നദീ ജലതർക്കം, അതുപോലെ കർണാടക, തമിഴ്നാട് കാവേരി നദീജല തർക്കം. ഇതെന്തായാലും എല്ലാവർക്കും ഫെമിലിയർ ആയിരിക്കും അല്ലേ? അപ്പോൾ മഹാരാഷ്ട്ര, ഗുജറാത്ത്, മധ്യപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾ ഉൾപ്പെട്ട നർമ്മദ നദീ ജല തർക്കം, അതുപോലെ തന്നെ കർണാടക, തമിഴ്നാട് കാവേരി നദീജല തർക്കമൊക്കെ എന്താണ്? നദീജല തർക്കങ്ങളാണ്. ക്ലിയർ ആണല്ലോ? അതിർത്തി തർക്കങ്ങളുണ്ട്, നദീജല തർക്കങ്ങളുണ്ട്. നെക്സ്റ്റ് ഭേദഗതിയെ കുറിച്ചിട്ടാണ് പറയുന്നത്. 73ാം ഭരണഘടനാ ഭേദഗതി. നമുക്കറിയാം 73ഉം 74ഒക്കെ ഇപ്പോഴത്തെ ചോദിക്കുന്നുണ്ട്. 73ലാണ് പഞ്ചായത്തിൻ്റെ അധികാരങ്ങളെക്കുറിച്ച് പറയുന്നത്, 74ആണെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ അധികാരത്തെക്കുറിച്ചിട്ടാണ് പറയുന്നത്. ത്രിതല പഞ്ചായത്ത് എന്ന് വെച്ചാൽ എന്താണ്? ത്രിതല പഞ്ചായത്ത് എന്ന് പറയുന്നത് 73ാമത്തെ ഭേദഗതിയിൽ പറയുന്നതാണ് ത്രിതല പഞ്ചായത്തിനെ കുറിച്ചിട്ട്. അതായത് ജില്ലാ പഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിങ്ങനെ മൂന്ന് തരത്തിലുള്ള പഞ്ചായത്തുകളുണ്ട്. ഓക്കെ, അപ്പോൾ എന്നില്ലെങ്കിൽ VBD എന്നൊക്കെ ഫോർമാറ്റ് പഠിച്ചാൽ മതി. വില്ലേജ്, ബ്ലോക്ക്, ഡിസ്ട്രിക്റ്റ്. അപ്പോൾ ഇത് ചോദിച്ചിട്ടുണ്ട് കേട്ടോ, അതിൽ പെടാതെ ചോദിച്ചിട്ടുണ്ട് അതിലെ പഞ്ചായത്തിന്. അപ്പോൾ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയാണ് 3 തരത്തിലുള്ള പഞ്ചായത്തുകൾ. ഇവിടെ പ്രതിനിധികളെ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത് അല്ലേ? ഗ്രാമപഞ്ചായത്തിലൊക്കെ പ്രതിനിധികളെ നേരിട്ടാണ് തിരഞ്ഞെടുക്കുന്നത്. ഇനി കാലാവധി എത്രയാണ്? 5 വർഷമാണ് വരുന്നത്. കാലാവധി 5 വർഷമാണ്. സംവരണം, പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും സ്ത്രീകൾക്കും സീറ്റുകൾ സംവരണം ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം അല്ലേ? ഗ്രാമപഞ്ചായത്തിലൊക്കെ ആണെങ്കിൽ എന്താണ്? പട്ടികജാതി പട്ടികവർഗ്ഗക്കാർക്കും അതുപോലെ തന്നെ സ്ത്രീകൾക്കും എന്തുണ്ടായിരിക്കും? സീറ്റുകൾ സംവരണം ഉണ്ടായിരിക്കും. ഇനി വിഷയങ്ങളുടെ കൈമാറ്റം 29 വിഷയങ്ങളാണ്. 29 വിഷയങ്ങൾ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. 29 വിഷയങ്ങൾ പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് കൈമാറ്റം ചെയ്തിട്ടുണ്ട്. ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ക്ലിയർ ആണല്ലേ? പഞ്ചായത്ത് 73ാം ഭേദഗതിയിലാണ് ത്രിതല പഞ്ചായത്തും അതുപോലെ തന്നെ ത്രിതല പഞ്ചായത്തിനെ കുറിച്ച് വരുന്നത്. അതായത് പഞ്ചായത്തിനെ കുറിച്ച് വരുന്നത് അതിൽ ഗ്രാമപഞ്ചായത്ത്, ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത് എന്നിവയാണ് ത്രിതല പഞ്ചായത്ത്. 5 വർഷമാണ് കാലാവധി വരുന്നത്. പ്രതിനിധികളെ നേരിട്ട് തിരഞ്ഞെടുക്കുന്നുണ്ട്. സംവരണമുണ്ട്. അതുപോലെ തന്നെ 29 വിഷയങ്ങളാണ് പ്രാദേശിക ഗവൺമെൻറ്റുകൾക്ക് കൈമാറ്റം ചെയ്യപ്പെട്ടിട്ടുള്ളത്. ഇനി സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സംസ്ഥാന ഗവൺമെൻറ്റുകളാണ് സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്നത്. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയമിക്കുന്ന ആരാണ്? സംസ്ഥാന ഗവൺമെൻറ്റുകളാണ്. ഇനി സംസ്ഥാന ധനകാര്യ കമ്മീഷൻ. പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുക, അവർക്ക് ആവശ്യമായ ഫണ്ട് കൈമാറുക. സംസ്ഥാന ധനകാര്യ കമ്മീഷൻ്റെ ചുമതല ചോദിക്കുകയാണെങ്കിൽ പ്രാദേശിക ഗവൺമെൻറ്റുകളുടെ സാമ്പത്തിക സ്ഥിതി പരിശോധിക്കുക, അതുപോലെ അവർക്ക് ആവശ്യമായ ഫണ്ട് കൈമാറുക. ഇനി ഭരണഘടനാ ഭേദഗതിക്കുള്ള വിവിധ നടപടിക്രമങ്ങൾ എന്താണ്? കേവല ഭൂരിപക്ഷത്തോടെ പാസ്സാക്കുന്ന ഭേദഗതികളുണ്ട്, പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭരണഘടനാ ഭേദഗതികളുണ്ട്, അതുപോലെ തന്നെ പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷവും പകുതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരവും കൂടെ വരുന്ന ഭേദഗതിയുണ്ട്. കേവല ഭൂരിപക്ഷത്തോടെ പാസ്സാക്കുന്ന ഭേദഗതികൾക്ക് എക്സാമ്പിളാണ് സംസ്ഥാനങ്ങളുടെ പേര് മാറ്റലും സംസ്ഥാന രൂപീകരണമൊക്കെ. ഇനി പ്രത്യേക ഭൂരിപക്ഷം വേണ്ടവയാണ് മൗലിക അവകാശങ്ങളിലും നിർദ്ദേശ തത്വങ്ങളിലൊക്കെ മാറ്റം വരുത്തുന്നത് പ്രത്യേക ഭൂരിപക്ഷം ആവശ്യമുണ്ട്. ഇനി പാർലമെൻറ്റ് പ്രത്യേക ഭൂരിപക്ഷം വേണം, പകുതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരം വേണ്ടതാണ് രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ്. അപ്പോൾ ഇതൊക്കെയാണ് പറയുന്നത് കേവല ഭൂരിപക്ഷം എന്ന് പറയുമ്പോൾ
സംസ്ഥാനങ്ങളുടെ പെരുമാറ്റം സംസ്ഥാനങ്ങളുടെ രൂപീകരണമൊക്കെ എന്താണ് കേവല ഭൂരിപക്ഷത്തിൽ ചെയ്യാവുന്നതാണ്. ഇനി പ്രത്യേക ഭൂരിപക്ഷത്തോടെയുള്ള ഭേദഗതികൾ എന്ന് പറയുമ്പോൾ കൂടുതലായിട്ട് എന്താണ് മൗലിക അവകാശങ്ങൾ നിർദ്ദേശതത്വങ്ങളിലൊക്കെ എന്തെങ്കിലും മാറ്റം വരുത്തുകയാണെങ്കിലാണ് വരാം. ഇനി പാർലമെൻറ്റിൻ്റെ പ്രത്യേക ഭൂരിപക്ഷവും പകുതിയിൽ കൂടുതൽ സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വരുന്നത് ആണ് മൂന്നാമത്തേത്. അതിൽ രാഷ്ട്രപതി തെരഞ്ഞെടുപ്പ് വരുന്നുണ്ട്. നെക്സ്റ്റ്, ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ തത്വശാസ്ത്രം. വ്യക്തി സ്വാതന്ത്ര്യം, സാമൂഹ്യനീതി, വൈവിധ്യങ്ങളോടും ന്യൂനപക്ഷ അവകാശങ്ങളോടുള്ള ആദരവ്, മതേതരത്വം, പ്രായപൂർത്തി, വോട്ടവകാശം, ഫെഡറലിസം എന്നിവയ്ക്ക് എന്താണ് ഇന്ത്യൻ ഭരണഘടനയുടെ രാഷ്ട്രീയ തത്വശാസ്ത്രങ്ങൾ അല്ലേ. രാഷ്ട്രീയ തത്വശാസ്ത്രമാണ് വ്യക്തി സ്വാതന്ത്ര്യം, സാമൂഹ്യനീതി, വൈവിധ്യങ്ങളോടും ന്യൂനപക്ഷ അവകാശങ്ങളോടുള്ള ആദരവ്, മതേതരത്വം, പ്രായപൂർത്തി, വോട്ടവകാശം, ഫെഡറലിസം എന്നിവ. ഇനി ഇന്ത്യൻ ഭരണഘടനയ്ക്കെതിരെയുള്ള വിമർശനങ്ങൾ എന്തൊക്കെയാണ്? ഇത് ബൃഹത്തായിട്ടുള്ളൊരു പ്രമാണമാണെന്ന് പറയുന്നുണ്ട്. നമ്മൾ പറഞ്ഞു അല്ലേ, ബൃഹത്തായിട്ടുള്ള പ്രമാണം തന്നെയാണ്, ലിഖിത ഭരണഘടനയാണെന്ന് പറഞ്ഞു. പ്രാതിനിധ്യമില്ലായ്മ, അതുപോലെ പാശ്ചാത്യ ഭരണഘടനയുടെ മാതൃകയിലുള്ളതാണ് എന്ന് പറയുന്നു. അതൊക്കെ എന്താണ്? വിമർശനങ്ങളാണ്. നെക്സ്റ്റ്, രാഷ്ട്രീയ സിദ്ധാന്തത്തിൻ്റെ പ്രാധാന്യം. തൊഴിൽ മേഖല കണ്ടെത്താൻ, നിയമവ്യവസ്ഥയെക്കുറിച്ച് അറിയുവാൻ, സ്വാതന്ത്ര്യം, സമത്വം, നീതി, മതേതരത്വം, ജനാധിപത്യം എന്നീ രാഷ്ട്രീയ മൂല്യങ്ങളെക്കുറിച്ച് അറിയുവാൻ സഹായിക്കുന്നു. നീതിയും അനീതിയും തിരിച്ചറിയുവാൻ സഹായിക്കുന്നു. രാഷ്ട്രീയ സിദ്ധാന്തത്തിൻ്റെ പ്രാധാന്യം എന്താണ്? തൊഴിൽ മേഖല കണ്ടെത്താം, നിയമവ്യവസ്ഥയെക്കുറിച്ച് അറിയാൻ, സ്വാതന്ത്ര്യം, സമത്വം, നീതി, മതേതരത്വം, ജനാധിപത്യം എന്നീ രാഷ്ട്രീയ മൂല്യങ്ങളെക്കുറിച്ച് അറിയാൻ സഹായിക്കുന്നു. നീതിയും അനീതിയും തിരിച്ചറിയാൻ സഹായിക്കുന്നു. നെക്സ്റ്റ്, ഹാനി സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? JS മില്ലാണ്. ഇത് പ്രകാരം ഒരാളുടെ പ്രവൃത്തികളെ രണ്ടായിട്ട് തരംതിരിക്കാം. ഹാനി സിദ്ധാന്തം അവതരിപ്പിച്ചത് ആരാണ്? JS മില്ലാണ്. ഇത് പ്രകാരം ഒരാളുടെ പ്രവൃത്തിയെ രണ്ടായിട്ട് തരംതിരിക്കാം. സ്വസംബന്ധിയായ പ്രവൃത്തികളും അപരസംബന്ധിയായ പ്രവൃത്തികളും. സ്വസംബന്ധിയായ പ്രവൃത്തികൾ എന്ന് വെച്ചാൽ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം ആ വ്യക്തിയെ മാത്രമാണ് ബാധിക്കുന്നുള്ളൂ. എന്നാൽ അപരസംബന്ധിയായ പ്രവൃത്തികൾ എന്ന് വെച്ചാൽ ഒരാൾ ചെയ്യുന്ന പ്രവൃത്തിയുടെ ഫലം മറ്റുള്ളവരെ കൂടി ബാധിക്കാം. അപ്പോൾ ഹാനി സിദ്ധാന്തം അവതരിപ്പിച്ചത് JS മില്ലാണ്. ഇത് പ്രകാരം ഒരാളുടെ പ്രവൃത്തികളെ രണ്ടായിട്ട് തരംതിരിക്കാം. സ്വസംബന്ധിയായ പ്രവൃത്തികൾ എന്ന് വെച്ചാൽ പേര് പോലെ തന്നെ ഒരു വ്യക്തി ആ വ്യക്തിയെ മാത്രമാണ് ബാധിക്കുന്നുള്ളൂ. എന്നാൽ അപരസംബന്ധിയായ പ്രവൃത്തികൾ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ കൂടി ബാധിക്കുന്നുണ്ട്. നിഷേധാത്മകവും ക്രിയാത്മകവുമായ സ്വാതന്ത്ര്യങ്ങൾ. നിഷേധാത്മക സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ ബാഹ്യമായ യാതൊരു നിയന്ത്രണവും ഇല്ലാതെയുള്ള അവസ്ഥയാണ് നിഷേധാത്മക സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. ബാഹ്യമായ യാതൊരു നിയന്ത്രണവും ഇല്ലാത്ത അവസ്ഥ. ഇനി ക്രിയാത്മക സ്വാതന്ത്ര്യം എന്ന് വെച്ചാൽ ഒരു വ്യക്തിക്ക് സ്വന്തം കഴിവുകൾ വികസിപ്പിക്കുന്നതിനുള്ള സാഹചര്യമാണ് ക്രിയാത്മക സ്വാതന്ത്ര്യത്തിൽ വരുന്നത്. ഇനി സമത്വത്തിൻ്റെ വിവിധ തലങ്ങളുണ്ട്. രാഷ്ട്രീയ സമത്വം, സാമൂഹ്യ സമത്വം, സാമ്പത്തിക സമത്വം. രാഷ്ട്രീയ സമത്വം എന്ന് വെച്ചാൽ എല്ലാ പൗരന്മാർക്കും തുല്യമായ അവകാശം ഉണ്ടായിരിക്കും. സാമൂഹ്യ സമത്വം എന്ന് വെച്ചാൽ എന്താണ്? എല്ലാവർക്കും തുല്യ പദവി ഉണ്ടായിരിക്കും. സാമ്പത്തിക സമത്വം എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ സമ്പത്ത് ചുരുക്കം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കാൻ പാടില്ല. സാമ്പത്തിക സമത്വം രാജ്യത്തിൻ്റെ സമ്പത്ത് ചുരുക്കം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കാനായിട്ട് പാടില്ല. അപ്പോൾ രാഷ്ട്രീയ സമത്വം, സാമൂഹ്യ സമത്വം, സാമ്പത്തിക സമത്വം ഉണ്ട്. രാഷ്ട്രീയ സമത്വം എന്ന് വെച്ചാൽ എല്ലാ പൗരന്മാർക്കും തുല്യമായ അവകാശം ഉണ്ടായിരിക്കും. സാമൂഹ്യ സമത്വം എന്ന് വെച്ചാൽ എല്ലാവർക്കും തുല്യ പദവി ഉണ്ടായിരിക്കും. സാമ്പത്തിക സമത്വം എന്ന് വെച്ചാൽ രാജ്യത്തിൻ്റെ സമ്പത്ത് ചുരുക്കം ചിലരിൽ മാത്രം കേന്ദ്രീകരിക്കാൻ പാടില്ല. നെക്സ്റ്റ് വരുന്നത് സമത്വം വളർത്തിയെടുക്കാനുള്ള വിവിധ മാർഗങ്ങളാണ്. അപ്പോൾ സമത്വം വളർത്തിയെടുക്കുന്നതിനുള്ള വിവിധ മാർഗങ്ങളിൽ ഒന്ന് ഔപചാരിക സമത്വം സ്ഥാപിക്കൽ. നിയമനിർമ്മാണത്തിലൂടെ എല്ലാ അസമത്വങ്ങളും തുടച്ചു നീക്കുക. നെക്സ്റ്റ്, വ്യത്യസ്ത പരിഗണനയിലൂടെ ദുർബല വിഭാഗക്കാർക്കും സ്ത്രീകൾക്കും പ്രത്യേക പരിഗണന നൽകുക. അനുകൂലാത്മക നടപടികൾ, പിന്നോക്ക വിഭാഗക്കാർക്ക് സംവരണം നൽകുക. അപ്പോൾ സമത്വം വളർത്തിയെടുക്കാനുള്ള വിവിധ മാർഗങ്ങൾ: ഒന്ന് ഔപചാരിക സമത്വം സ്ഥാപിക്കൽ, അതായത് നിയമനിർമ്മാണത്തിലൂടെ എല്ലാ അസമത്വങ്ങളും തുടച്ചു നീക്കുക. രണ്ട്, വ്യത്യസ്ത പരിഗണന, അതായത് ദുർബല വിഭാഗക്കാർക്കും സ്ത്രീകൾക്കും പ്രത്യേക പരിഗണന നൽകുക. അനുകൂലാത്മക നടപടികൾ എന്ന് വെച്ചാലോ പിന്നാക്ക വിഭാഗക്കാർക്ക് സംവരണം നൽകുക. ഈ നീതിയുടെ 3 തത്വങ്ങൾ ഏതൊക്കെയാണ്? തുല്യരോട് തുല്യ പരിഗണന, എല്ലാവരും തുല്യ അവകാശങ്ങളും തുല്യ പരിഗണനകളും അർഹിക്കുന്നുണ്ട്. ഇനി ആനുപാതിക നീതി എന്ന് വെച്ചാൽ എന്താണ്? ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രാധാന്യവും പ്രസക്തിയും അനുസരിച്ച് ആനുകൂല്യങ്ങളും പരിഗണനയും നൽകുക. ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രാധാന്യവും പ്രസക്തിയും അനുസരിച്ച് ആനുകൂല്യങ്ങളും പരിഗണനയും നൽകുക. ഇനി പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ, വൈകല്യങ്ങളോ അവശതകളോ ഉള്ള ആളുകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. അപ്പോൾ നീതിയുടെ 3 തത്വങ്ങൾ ഏതൊക്കെയാണ്? തുല്യരോട് തുല്യ പരിഗണന, എല്ലാവരോടും തുല്യ അവകാശങ്ങളും തുല്യ പരിഗണനകളും അർഹിക്കുന്നുണ്ട്. ആനുപാതിക നീതി എന്ന് വെച്ചാലോ ചെയ്യുന്ന പ്രവൃത്തിയുടെ പ്രാധാന്യവും പ്രസക്തിയും അനുസരിച്ച് ആനുകൂല്യങ്ങളും പരിഗണനയും നൽകുക. പ്രത്യേക ആവശ്യങ്ങൾ അംഗീകരിക്കൽ എന്ന് വെച്ചാൽ വൈകല്യങ്ങളോ ആവശ്യതകളോ ഉള്ള ആളുകൾക്ക് പ്രത്യേക ശ്രദ്ധ നൽകുക. നെക്സ്റ്റ്, ജോൺ റോൾസിൻ്റെ നീതി സിദ്ധാന്തം. അജ്ഞതയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നീതി സിദ്ധാന്തം രൂപപ്പെടുത്തിയിരിക്കുന്നത്.
അജ്ഞതയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം നീതി സിദ്ധാന്തം രൂപപ്പെടുത്തിയിരിക്കുന്നത്. ആര്? ജോൺ റോൾസ് അല്ലേ. ഭാവിയെക്കുറിച്ച് ഭരണാധിപന്മാർക്ക് അറിവില്ലായെങ്കിൽ സമൂഹത്തിലെ എല്ലാ വിഭാഗം ആൾക്കാർക്കും ഉപകാരപ്രദമായ രീതിയിൽ നിയമങ്ങൾ നിർമ്മിക്കുവാൻ ഇവർ ബാധ്യസ്ഥരാകും. ഭാവിയെക്കുറിച്ചുള്ള അറിവില്ലായ്മയെ അജ്ഞതയുടെ മൂടുപടം എന്നാണ് ജോൺ റോൾസ് വിശേഷിപ്പിക്കുന്നത്. ഭാവിയെക്കുറിച്ചുള്ള അറിവില്ലായ്മയെ അജ്ഞതയുടെ മൂടുപടം എന്നാണ് ജോൺ റോൾസ് വിശേഷിപ്പിക്കുന്നത്. ഇനി വിവിധ തരം അവകാശങ്ങളുണ്ട്. നിയമപരമായ അവകാശവാദങ്ങളാണ് അവകാശങ്ങൾ എന്നറിയപ്പെടുന്നത്. നിയമപരമായിട്ടുള്ള അവകാശവാദങ്ങളെയാണ് അവകാശങ്ങൾ എന്നറിയപ്പെടുന്നത്. എത്ര തരമുണ്ട്? 3 തരമുണ്ട് അല്ലേ. ഏതൊക്കെയാണ്? രാഷ്ട്രീയ അവകാശങ്ങൾ, പൗരാവകാശങ്ങൾ, സാമ്പത്തിക അവകാശങ്ങൾ. എന്തൊക്കെയാണ്? രാഷ്ട്രീയ അവകാശങ്ങൾ, പൗരാവകാശങ്ങൾ, സാമ്പത്തിക അവകാശങ്ങൾ. രാഷ്ട്രീയ അവകാശങ്ങളിൽ വരുന്നത് ഏതൊക്കെയാണ്? വോട്ടവകാശം വരാം അല്ലേ. രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ടതല്ലേ. തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാനുള്ള അവകാശം, അഭിപ്രായം പറയാനുള്ള അവകാശമൊക്കെ എന്താണ്? രാഷ്ട്രീയ അവകാശമാണ്. ഇനി നെക്സ്റ്റ് വരുന്നത് പൗരാവകാശമാണ്. പൗരാവകാശം എന്ന് പറയുമ്പോൾ ഒരു പൗരനെ കുറിച്ചിട്ട് വരുന്നത് ഏതാണ്? അപ്പോൾ പൗരാവകാശങ്ങൾ എന്ന് പറയുമ്പോൾ ജീവൻ, സ്വത്ത്, സ്വാതന്ത്ര്യം എന്നിവയെ സംബന്ധിക്കുന്നതാണ് പൗരാവകാശങ്ങളിൽ വരുന്നത്. ഇനി സാമ്പത്തിക അവകാശങ്ങൾ എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ സംബന്ധിച്ചുള്ള അവകാശങ്ങളാണ് എന്തിൽ വരുന്നത്? ഈ സാമ്പത്തിക അവകാശങ്ങളിൽ വരുന്നത്. മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ സംബന്ധിച്ചുള്ള അവകാശങ്ങളാണ് സാമ്പത്തിക അവകാശങ്ങളിൽ വരുന്നത്. അപ്പോൾ രാഷ്ട്രീയ അവകാശം എന്ന് പറയുമ്പോൾ വോട്ടവകാശം വരും, തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനുള്ള അവകാശം, അഭിപ്രായം പറയാനുള്ള അവകാശം വരുന്നുണ്ട്. ഇനി പൗരാവകാശം എന്ന് വെച്ചാലോ ജീവൻ, സ്വത്ത്, സ്വാതന്ത്ര്യം എന്നിവയെ സംബന്ധിക്കുന്നതാണ് പൗരാവകാശങ്ങൾ. ഇനി സാമ്പത്തിക അവകാശങ്ങൾ എന്ന് വെച്ചാലോ മനുഷ്യൻ്റെ അടിസ്ഥാന ആവശ്യങ്ങളെ സംബന്ധിച്ചുള്ള അവകാശങ്ങളാണ്. ഇനി ഇന്ത്യൻ പൗരത്വം നേടുന്നതിനുള്ള മാർഗ്ഗങ്ങൾ ഏതൊക്കെയാണ്? നമുക്കറിയാം 5 വിധേന നമുക്ക് എന്താണ് പൗരത്വം നേടാൻ പറ്റും, 3 വിധേന നഷ്ടപ്പെടാമെന്ന് നമുക്കറിയാം അല്ലേ. ഇതിൽ 5 വിധേന ഏതൊക്കെയാണ്? ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷനിലൂടെ, ചിരകാല അധിവാസം വഴി, പ്രദേശ സംയോജനം മൂലം. ഏതൊക്കെയാണ്? ജന്മസിദ്ധമായ പൗരത്വം, പിന്തുടർച്ച വഴിയുള്ള പൗരത്വം, രജിസ്ട്രേഷനിലൂടെ, ചിരകാല അധിവാസം വഴി, പ്രദേശ സംയോജനം മൂലം. ഇനി 3 തരത്തിൽ നമ്മൾ പറഞ്ഞു നിർത്തലാക്കാമെന്ന് പറഞ്ഞു അല്ലേ. ഏതൊക്കെയാണ്? അപഹരണം അല്ലേ. പൗരത്വ അപഹരണം, നിർത്തലാക്കൽ, പിന്നെ എന്താ വരുന്നത്? പരിത്യാഗം എന്നിവയൊക്കെയാണ് നഷ്ടപ്പെടുന്ന മാർഗ്ഗങ്ങൾ. പരിത്യാഗം, നിർത്തലാക്കൽ, പൗരത്വ അപഹരണമൊക്കെയാണ് വരുന്നത്. ഇനി സാർവത്രിക പൗരത്വവും ആഗോള പൗരത്വവും. എന്താണ് സാർവത്രിക പൗരത്വം? എന്താണ് ആഗോള പൗരത്വം? സാർവത്രിക പൗരത്വം എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ പൗരത്വം നേടുവാൻ ആഗ്രഹിക്കുന്നവർക്ക് ആ രാജ്യത്തിൻ്റെ പൗരത്വം നൽകുന്ന കാഴ്ചപ്പാടാണ് സാർവത്രിക പൗരത്വം. ഒരു രാജ്യത്തിൻ്റെ പൗരത്വം നേടുവാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്ക് ആ രാജ്യത്തിൻ്റെ പൗരത്വം നൽകുന്ന കാഴ്ചപ്പാടാണ് സാർവത്രിക പൗരത്വം. അപ്പോൾ എന്താണ് ആഗോള പൗരത്വം? ഒരു രാജ്യത്തിൻ്റെ പൗരൻ എന്നതിലുപരി വിശ്വസമൂഹത്തിലെ അംഗമാവുക എന്ന കാഴ്ചപ്പാടാണ് ആഗോള പൗരത്വം. ഒരു രാജ്യത്തിൻ്റെ പൗരൻ എന്നതിലുപരി വിശ്വസമൂഹത്തിലെ അംഗമാവുക എന്ന കാഴ്ചപ്പാടാണ് ആഗോള പൗരത്വം. അപ്പോൾ സാർവത്രിക പൗരത്വം എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിൻ്റെ പൗരത്വം നേടുവാൻ വേണ്ടി ആഗ്രഹിക്കുന്നവർക്ക് ആ രാജ്യത്തിൻ്റെ പൗരത്വം നൽകുന്നു. ഇനി ആഗോള പൗരത്വം എന്ന് വെച്ചാൽ എന്താണ്? ഒരു രാജ്യത്തിൻ്റെ പൗരൻ എന്നതിലുപരി വിശ്വസമൂഹത്തിലെ അംഗമാവുക എന്ന് പറയുന്ന കാഴ്ചപ്പാടാണ്. നെക്സ്റ്റ്, ദേശീയത വളർത്താൻ സഹായിക്കുന്ന ഘടകങ്ങൾ. എന്താണ് ദേശീയത? ജനങ്ങൾക്കിടയിലുള്ള കൂട്ടായ്മയും ഏകതാബോധവുമാണ് ദേശീയത. ദേശീയത എന്ന് വെച്ചാൽ ജനങ്ങൾക്കിടയിലുള്ള കൂട്ടായ്മയും ഏകതാബോധവുമാണ്. ഇനി ദേശീയതയുടെ വളർച്ചയെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ്? പൊതുവായ വിശ്വാസം, ചരിത്രം, പിന്നെ ഭൂപ്രദേശം, പൊതുവായ രാഷ്ട്രീയ ദർശനം, പൊതുവായ രാഷ്ട്രീയ സ്വത്വം. എന്തൊക്കെയാണ്? പൊതുവായ വിശ്വാസം എന്ന് വെച്ചാൽ എന്താണ്? പൊതു ലക്ഷ്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുക അല്ലേ. ചരിത്രം എന്ന് വെച്ചാലോ രാജ്യത്തിൻ്റെ ചരിത്ര പശ്ചാത്തലം ദേശീയതയെ ശക്തിപ്പെടുത്തുന്നുണ്ട്. ഇനി ഭൂപ്രദേശം, ഒരു പ്രത്യേക ഭൂപ്രദേശത്ത് ജനങ്ങൾ ഒരുമിച്ച് ജീവിക്കുമ്പോൾ ജനങ്ങൾക്കിടയിൽ എന്ത് വളരും? ഐക്യബോധം വളരും. ഇനി പൊതുവായ രാഷ്ട്രീയ ദർശനങ്ങൾ, ജനാധിപത്യം, മതേതരത്വം, സോഷ്യലിസം തുടങ്ങിയ ആശയങ്ങൾ ജനങ്ങൾക്കിടയിൽ ദേശീയത വളർത്തുവാൻ സഹായിക്കുന്നുണ്ട്. ഇനി പൊതുവായ രാഷ്ട്രീയ സ്വത്വം, ഒരേ ജാതി, ഒരേ മതം, ഒരേ ആചാരം, ഒരേ ഭാഷ തുടങ്ങിയ ആശയങ്ങൾ ദേശീയതയെ ശക്തിപ്പെടുത്താൻ കാരണമാകുന്നുണ്ട്. ഒരേ ജാതി, ഒരേ മതം, ഒരേ ആചാരം, ഒരേ ഭാഷ. അപ്പോൾ എന്തൊക്കെയാണ് പ്രധാനമായിട്ടും സ്വാധീനിക്കുന്ന ഘടകങ്ങൾ പഠിച്ചത്? പൊതുവായ വിശ്വാസം, ചരിത്രം, ഭൂപ്രദേശം, പൊതുവായ രാഷ്ട്രീയ ദർശനം, പൊതുവായ രാഷ്ട്രീയ സ്വത്വം. ഇനി മതേതരത്വത്തിൻ്റെ പാശ്ചാത്യ മാതൃകയും ഇന്ത്യൻ മാതൃകയും. എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യവും ബഹുമാനം നൽകുക എന്ന് പറയുന്നത് മതേതരത്തിൽ പറയുന്നുണ്ട് അല്ലേ. അതിലൊന്നാണ് പാശ്ചാത്യ മാതൃക. എന്താണ് പാശ്ചാത്യ മാതൃക? രാഷ്ട്രം മതകാര്യങ്ങളിലും മതം രാഷ്ട്രകാര്യങ്ങളിലും കർശനമായ അകലം പാലിക്കുന്നുണ്ട്. രാഷ്ട്രം മതകാര്യങ്ങളും മതം രാഷ്ട്രകാര്യങ്ങളിലും കർശനമായിട്ടുള്ള അകലം പാലിക്കുന്നുണ്ട്. രാഷ്ട്രത്തിൻ്റെ സമ്പത്ത് മതങ്ങളുടെ വളർച്ചയ്ക്ക് വേണ്ടി വിനിയോഗിക്കില്ല. മതം ഏതൊരു വ്യക്തിയുടെയും സ്വകാര്യ വിഷയമായി കണക്കാക്കുന്നുണ്ട്. രാഷ്ട്രം മുൻഗണന നൽകുന്നതിന് വേണ്ടിയിട്ടാണ് വ്യക്തി
സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനുമാണ്. അപ്പോൾ രാഷ്ട്രം മത കാര്യങ്ങളിലൊന്നും അങ്ങനെ അതിൽ നിന്നൊക്കെ അകലം പാലിക്കുന്നുണ്ട്. ഒരു മതത്തിന് വേണ്ടിയിട്ട്, ഒരു മതത്തിന് വളർച്ചയ്ക്ക് വേണ്ടിയിട്ടൊന്നും പണം ചെലവഴിക്കില്ല. ഓരോ മതത്തിൽ വിശ്വസിക്കുക എന്ന് പറയുന്നു അതൊരു വ്യക്തിയുടെ സ്വകാര്യ വിഷയമാണ്. രാഷ്ട്രം മുൻഗണന നൽകുന്നതിനാണ് വ്യക്തി സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനുമാണ്. ഇനി ഇന്ത്യൻ മാതൃക. രാഷ്ട്രം മതകാര്യങ്ങളിൽ തത്വാധിഷ്ഠിതമായ ഇടപെടൽ നടത്തുന്നു. മതന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു. രാഷ്ട്ര പിന്തുണയോടുള്ള മതപരിഷ്കരണം പ്രോത്സാഹിപ്പിക്കുന്നു. ഇന്ത്യയിൽ മാതൃകയാണെങ്കിൽ രാഷ്ട്ര മതകാര്യങ്ങളിൽ തത്വാധിഷ്ഠിതമായിട്ടുള്ള ഇടപെടൽ നടത്തുന്നുണ്ട്. മതന്യൂനപക്ഷ അവകാശങ്ങൾ സംരക്ഷിക്കുന്നുണ്ട്. രാഷ്ട്ര പിന്തുണയോട് കൂടിയിട്ടുള്ള മതപരിഷ്കരണവും പ്രോത്സാഹിപ്പിക്കുന്നുണ്ട്. ഇന്ത്യൻ മതേതരത്വത്തിന് എതിരെയുള്ള വിമർശനങ്ങൾ എന്തൊക്കെയാണ്? മതവിരുദ്ധത വളർത്തുന്നു എന്ന് പറയുന്നുണ്ട്. രാഷ്ട്രത്തിന് അമിതമായ ഇടപെടലുണ്ടെന്ന് പറയുന്നു. ഇന്ത്യൻ മതേതരത്വം പാശ്ചാത്യ സൃഷ്ടിയാണ്. ന്യൂനപക്ഷത്വം, രാഷ്ട്രീയവൽക്കരണമൊക്കെ എന്താണ്? ഇന്ത്യൻ മതേതരത്വത്തിനെതിരെയുള്ള വിമർശനങ്ങളാണ്. ഇനി ഘടനാപരമായ ഹിംസയുടെ രൂപങ്ങൾ. ജാതി വ്യവസ്ഥ, വർഗവിഭജനം, പുരുഷാധിപത്യം, കോളനിവൽക്കരണം, വംശീയത, വർഗീയത. എന്താണ് ജാതി വ്യവസ്ഥ എന്ന് വെച്ചാൽ സാമൂഹ്യ അസമത്വം വളർത്തുന്നവയാണ് അല്ലേ എന്തെന്ന് പറയുന്നത് ജാതി വ്യവസ്ഥ എന്ന് പറയുന്നത്. ഇനി വർഗ്ഗവിഭജനം എന്ന് വെച്ചാൽ എന്താണ്? മുതലാളി തൊഴിലാളി സംഘടനത്തിന് കാരണമാകുന്നുണ്ട്. പുരുഷാധിപത്യമാണെങ്കിലോ സ്ത്രീകൾക്ക് നിരവധി വിവേചനങ്ങൾക്കിരയാവാം. ഇനി കോളനിവൽക്കരണം, സ്ത്രീകൾ നിരവധി വിവേചനങ്ങൾക്കിരയാവുന്നു. ഇനി കോളനിവൽക്കരണം, തദ്ദേശീയ ജനത പല രീതിയിൽ ചൂഷണം ചെയ്യപ്പെടുന്നു. വംശീയത വർണ്ണ വിവേചനം സൃഷ്ടിക്കുന്നു. വർഗീയത സമുദായ ആധിപത്യം സ്ഥാപിക്കുവാൻ കാരണമാകുന്നു. ഓക്കെ, അപ്പോൾ ഇത്രയും ആണ് നമുക്ക് +1 പൊളിറ്റിക്സിൽ പ്രധാനമായിട്ടും വരുന്ന കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗം. ഇനി കുറച്ച് 1 വേർഡ് ക്വസ്റ്റ്യൻസ് എടുത്തിട്ടുണ്ട്, നോക്കൂ കേട്ടോ. കിട്ടുന്നുണ്ടോ നോക്കൂ. ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ പ്രസിഡന്റ് ആരാണ്? ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ശില്പി ആരാണ്? ഡോക്ടർ ബി ആർ അംബേദ്കർ ആണ്. അല്ലെ, ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതെന്നാണ് 1949 നവംബർ 26 ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നതോ 1950 ജനുവരി 26. നിയമവാഴ്ച എന്ന ആശയം കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്നാണ്? ബ്രിട്ടനിൽ നിന്നാണ് അല്ലേ. ബ്രിട്ടനിൽ നിന്നാണ് നിയമവാഴ്ച എന്ന് പറയുന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. മൗലികാവകാശങ്ങൾ, ജുഡീഷ്യറി റിവ്യൂ, സ്വതന്ത്ര നീതിന്യായ വ്യവസ്ഥ എവിടെ നിന്നാണ് കടമെടുത്തിരിക്കുന്നത്? അമേരിക്കയിൽ നിന്നാണ്. നിർദ്ദേശ തത്വങ്ങൾ കടമെടുത്തിരിക്കുന്നത് അയർലൻഡിൽ നിന്നാണ്. അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് അവശിഷ്ടാധികാരം കാനഡയുടെ ഭരണഘടനയിൽ നിന്നും കടമെടുത്താണ്. സ്വത്തവകാശം നിയമാവകാശമായി മാറിയത് എത്രാമത്തെ ആർട്ടിക്കിളാണ്? ആർട്ടിക്കിൾ 300A ആണ്. ബി ആർ അംബേദ്കർ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിച്ച ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 32. വിദ്യാഭ്യാസത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 21A. മൗലിക കർത്തവ്യങ്ങളെക്കുറിച്ച് പറയുന്നത് ആർട്ടിക്കിൾ 51A. മനുഷ്യാവകാശ ദിനം എന്നാണ്? ഡിസംബർ 10 ഇന്ത്യയിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരാണ്? തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുകുമാർ സെൻ. വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ച ഭേദഗതി ഇതാണ് 1989 61 ഭേദഗതി. പ്രായപൂർത്തി വോട്ടവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ 326. രാഷ്ട്രപതി പുറത്താക്കുന്ന നടപടി ഇംപീച്ച്മെന്റ്. രാജ്യസഭയുടെ ചെയർമാൻ ആരാണ്? ഉപരാഷ്ട്രപതിയാണ് രാജ്യസഭയുടെ ചെയർമാൻ. ധനബിൽ അവതരിപ്പിക്കുന്ന എവിടെയായിരിക്കും? ആദ്യം ലോകസഭയിലാണ് അല്ലേ. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് ഏതാണ്? കേശവാനന്ദ ഭാരതി കേസാണ്. ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയിൽ മാറ്റം വരുത്താൻ പാടില്ല എന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ച കേസ് അതാണ് കേശവാനന്ദ ഭാരതി കേസ്. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ നിയോഗിച്ച കമ്മീഷൻ സർക്കാരിയ കമ്മീഷൻ. കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കാൻ നിയോഗിച്ച കമ്മീഷൻ സർക്കാരിയ കമ്മീഷൻ. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പിതാവ് റിപ്പൺ പ്രഭു. ഇന്ത്യൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൻ്റെ പിതാവ് ആരാണ്? റിപ്പൺ പ്രഭു. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ്? പി കെ തുങ്കൻ കമ്മിറ്റിയാണ് അല്ലേ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാ പദവി നൽകണമെന്ന് നിർദ്ദേശിച്ച കമ്മിറ്റി ഏതാണ്? പി കെ തുങ്കൻ കമ്മിറ്റിയാണ്. അപ്പം ഈ ഒരു ക്വസ്റ്റ്യൻസൊക്കെ PSC പഠിക്കുന്നവർക്കറിയാം, എപ്പോഴും ചോദിക്കുന്ന ക്വസ്റ്റ്യൻസ് തന്നെയാണ്. ഇനി കുറച്ച് കൃതികൾ തന്നിട്ടുണ്ട്, നോക്കാം. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, നെൽസൺ മണ്ടേല. ഭയത്തിൽ നിന്നുള്ള മോചനം, ആങ് സാൻ സൂകി. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, നെൽസൺ മണ്ടേല. ഭയത്തിൽ നിന്നുള്ള മോചനം, ആങ് സാൻ സൂകി. ഹിന്ദ് സ്വരാജ്, ഗാന്ധിജി. ചെകുത്താന വചനങ്ങൾ, സൽമാൻ റുഷ്ദി. ഇതും NCERT പറയുന്ന കൃതികളാണോ. ഇനി സ്വാതന്ത്ര്യത്തെ പറ്റി JS മില്ല. വാട്ടർ ദീപമേത്ത. രാമായണ റീടോൾഡ് ഒബ്രയ് മേനോൻ. ദ റിപ്പബ്ലിക് പ്ലാറ്റോ. അജ്ഞതയുടെ മൂടുപടം, ജോൺ റോൾസ്. ഇന്ത്യയെ കണ്ടെത്തൽ, ജവഹർലാൽ നെഹ്റു. തിയറി ഓഫ് ജസ്റ്റിസ്, ജോൺ റോൾസ്. ക്ലിയർ ആണല്ലോ. സ്വാതന്ത്ര്യത്തിലേക്കുള്ള ദീർഘയാത്ര, നെൽസൺ മണ്ടേല. ഭയത്തിൽ നിന്നുള്ള മോചനം, ആങ് സാൻ സൂകി. ഹിന്ദ് സ്വരാജ്, ഗാന്ധിജി. ചെകുത്താന വചനങ്ങൾ, സൽമാൻ റുഷ്ദി. സ്വാതന്ത്ര്യത്തെ പറ്റി JS മിൽ. വാട്ടർ ദീപമേത്ത. രാമായണ റീടോൾഡ്, ഒബ്രയ് മേനോൻ.
ദി റിപ്പബ്ലിക് പ്ലാറ്റോ, അജ്ഞതയുടെ മൂടുപടം, അതുപോലെ തിയറി ഓഫ് ജസ്റ്റിസും ജോൺ റോൾസ്, ഇന്ത്യയെ കണത്ത് ജവഹർലാൽ നെഹ്റു. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് NCERT പഠിക്കാനായിട്ടുള്ളത്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാം. നമുക്ക് അടുത്ത ക്ലാസ് ചെയ്യണം കേട്ടോ.